إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على خير خلقه محمد وعلى آله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, സുഹൃത്തുക്കളെ, പഠിതാക്കളെ, സൂറത്തുൽ ഫാത്തിഹയിലെ 4-ാമത്തെ വചനമായ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിൻ്റെ വിശദീകരണമായിരുന്നു കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ നാം നിർവഹിച്ചത്. ഒരല്പം കൂടി കാര്യങ്ങൾ അതിലേക്ക് ചേർക്കുവാൻ ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുകയാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും സഹായത്തിനു വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്യുന്നു. എന്താണ് ഇബാദത്ത് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നാം വിശദീകരിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു: അഖ്സാ ഗായത്തിൽ ഖുദൂഇ വത്തദല്ലുൽ, വിനയത്തിൻ്റെയും താഴ്മയുടെയും അങ്ങേ അറ്റത്തിനാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. എന്താണ് ഇസ്തിആന എന്ന് വിശദീകരിച്ചപ്പോൾ അവിടെ നാം പറഞ്ഞു, ഒരു സഹായം ആവശ്യപ്പെടുന്നതിനാണ് ത്വലബുൽ ഔൻ ഔ ത്വലബുൽ മഊന, സഹായം ആവശ്യപ്പെടുന്നതിനാണ് ഇസ്തിആന എന്ന് പറയുന്നത് എന്നും നാം വിശദീകരിച്ചു. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യമുണ്ടാവും. നാം നമ്മുടെ ജീവിതത്തിൽ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ വിനയപ്പെടലാണെങ്കിൽ, വണങ്ങലാണെങ്കിൽ, താഴ്മയോടെ എളിമയോടെ നമ്മൾ ഈ ലോകത്ത് പല ആളുകളുടെയും മുന്നിൽ നിൽക്കാറുണ്ട്. അത് ആരാധനയാണോ? കാരണം നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ താഴ്മയും വണക്കവുമാണ് ഇബാദത്തെങ്കിൽ ഈ താഴ്മ, ഈ വണക്കം സൃഷ്ടികളോട് ആരോടും പാടില്ല എന്നത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഉമ്മയോട്, മാതാപിതാക്കളോട് വിനയം കാണിക്കുന്ന മക്കൾ അതുവഴി ശിർക്ക് ചെയ്യുന്നവരാകുമോ? മാതാപിതാക്കൾക്ക് ഇബാദത്ത് ചെയ്യുന്നവരായി തീരുമോ? അല്ലെങ്കിൽ ഒരു അധ്യാപകന്റെ മുന്നിൽ വിനയം കാണിക്കുന്ന വിദ്യാർത്ഥി ആ അധ്യാപകനെ ആരാധിക്കുന്നുണ്ടോ? ഭർത്താവിനോട് അങ്ങേയറ്റം വിധേയത്വം കാണിക്കുന്ന ഭാര്യ ഭർത്താവിനെ ആരാധിക്കുകയാണോ ചെയ്യുന്നത്? ഒരു മുതലാളിയോട്, ഒരു ഉടമസ്ഥനോട് കീഴ്വണക്കം കാണിക്കുന്ന, അയാളെ അനുസരിക്കുന്ന ഒരു തൊഴിലാളി ആ മുതലാളിയെ, ആ മുദീറിനെ, ആ യജമാനനെ ആരാധിക്കുന്നുണ്ടോ? ഇങ്ങനെ തുടങ്ങി താഴ്മയും വണക്കവുമാണ് ഇബാദത്തെങ്കിൽ
ഇപ്പറഞ്ഞത് ഇബാദത്താവേണ്ടതില്ലേ? ഇല്ലെങ്കിൽ എന്താണ് കാരണം? അല്ലെങ്കിൽ എന്താണ് മാനദണ്ഡം? ഒരു താഴ്മ, ഒരു വണക്കം അത് ഇബാദത്തിൻ്റെ പരിധിയിലേക്ക് വരുന്നത് എപ്പോഴാണ് എന്നത് വളരെ ശ്രദ്ധയോടുകൂടി ഗൗരവത്തോടുകൂടി ഞാനും നിങ്ങളും പഠിച്ചു മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയമാണ്. അതുപോലെ തന്നെയാണ് വഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം ആവശ്യപ്പെടുന്നുള്ളൂ, അല്ലെങ്കിൽ ആ സഹായത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുള്ളൂ. അപ്പോൾ എപ്പോഴാണ് ഒരു സഹായം ചോദിക്കൽ പ്രാർത്ഥനയായി തീരുന്നത്? നമ്മുടെ ജീവിതത്തിൽ നാം പലരോടും സഹായം ചോദിക്കാറുണ്ട്. പല ആവശ്യങ്ങൾക്കും പല ആളുകളെയും നമ്മൾ ആശ്രയിക്കാറുണ്ട്, സഹായം അഭ്യർത്ഥിക്കാറുണ്ട്. ഇതൊക്കെ ഈ പ്രാർത്ഥനയുടെ പരിധിയിൽ വരുന്നതാണോ? അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ എന്ന് പറയുന്ന ഇസ്തിയാനയിൽ വരുന്നതാണോ? അല്ലെങ്കിൽ ഒരു സഹായം ചോദിക്കൽ പ്രാർത്ഥനയാവുന്നത് എപ്പോഴാണ് എന്നിത്യാദി ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉയർന്നു വരാം. അല്ല, തീർച്ചയായും അതങ്ങനെ തന്നെയാണ്. അങ്ങനെ ഒരു സംശയമില്ലാത്ത ഒരു വ്യക്തിക്ക് അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്ത് ജീവിക്കാൻ സാധ്യമല്ല. കാരണം അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതും മറ്റൊരാൾക്ക് നൽകിയാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതുമെന്തോ അതാണ് ഇബാദത്ത്. അള്ളാഹുവിന് മാത്രം നൽകിയാൽ മുവഹിദും അള്ളാഹു അല്ലാത്ത മറ്റാരിലേക്ക് തിരിച്ചുവിട്ടാലും മുശ്രിക്കുമായി തീരുന്നതെന്തോ അതാണ് പ്രാർത്ഥന. അതുകൊണ്ട് എന്താണ് ആരാധന, എന്താണ് പ്രാർത്ഥന, എന്താണ് ഇബാദത്ത്, എന്താണ് ദുആ എന്ന് ഒരു മുസ്ലിം ശരിക്കും പഠിച്ചു മനസ്സിലാക്കിയിരിക്കണം. ഇല്ലെങ്കിൽ രണ്ട് ഗുരുതരമായ കാര്യങ്ങളുണ്ടാകും. ഒന്നാമത്തത്, താൻ അറിയാതെ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന പ്രവർത്തനങ്ങൾ തന്നിൽ നിന്ന് ഉണ്ടാകും. അല്ലെങ്കിൽ നിരപരാധിയായ ഒരാളെ നീ ശിർക്ക് ചെയ്യുന്ന ആളാണ്, നീ മുശ്രിക്കാണ് എന്ന് പറഞ്ഞ് അവനെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുന്ന അവസ്ഥ ഉണ്ടാകും. ഈ രണ്ട് അവസ്ഥകളും ഉണ്ടാവാനുള്ള കാരണം എന്താണ് ആരാധന, എന്താണ് പ്രാർത്ഥന എന്ന് മനസ്സിലാക്കാത്തതിൻ്റെ പേരിലാണ്. അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ അള്ളാഹു അല്ലാത്ത ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നു. പക്ഷെ അവർ പറയുന്നു ഇത് പ്രാർത്ഥനയല്ല, ഞങ്ങൾ ചെയ്യുന്നത് ശിർക്കല്ല എന്ന് വാദിച്ച് അവർ ഞങ്ങൾ മുസ്ലിമീങ്ങളാണ്, അല്ല ഞങ്ങളാണ് യഥാർത്ഥ മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതേസമയം അവർ പറയുന്നു, അവർ പ്രഖ്യാപിക്കുന്നു, അവർ സംവാദം നടത്തുന്നു, അവർ ഖണ്ഡനമണ്ഡനങ്ങൾ നടത്തുന്നു. എന്നിട്ട് അവർ സ്ഥാപിക്കുന്നത് എന്താണ്? മൊയ്തീൻ ഷെയ്ഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നൊരാൾ വിളിച്ചാൽ അത് പ്രാർത്ഥനയോ ശിർക്കോ ആയി തീരുന്നില്ല. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന പ്രാർത്ഥനയിൽ അത് ബദരീങ്ങളോടോ അതല്ലെങ്കിൽ മൊയ്തീൻ ഷെയ്ഖിനോടോ അതുപോലെയുള്ള ആളുകളെയോ മനസ്സിൽ ഉദ്ദേശിച്ച് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞാലും അത് ശിർക്കാവുകയില്ല എന്ന് സംവാദങ്ങളിൽ കരാറ് വരെ എഴുതാൻ മാത്രം ആ വിഷയത്തിൽ അജ്ഞതയുള്ള ആളുകൾ ലോകത്തുണ്ട്. അതേ സന്ദർഭത്തിൽ ഏകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമേ പ്രാർത്ഥിക്കുവാനും ഇബാദത്ത് ചെയ്യുവാനും പാടുള്ളൂ. അല്ലാഹു അല്ലാത്ത ഒരു സൃഷ്ടികൾക്കും, അത് മലക്കാകട്ടെ, ജിന്നാകട്ടെ, അമ്പിയാക്കളാകട്ടെ, മുർസലീങ്ങളാകട്ടെ, സ്വാലിഹീകളാകട്ടെ, പാടില്ല എന്ന് വാദിക്കുകയും അത് പ്രബോധനം ചെയ്യുകയും അത് ജനങ്ങളെ പഠിപ്പിക്കുകയും അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും ചെയ്യുന്ന സ്വാത്വികന്മാരായ ആളുകളെ നിങ്ങൾ ശിർക്കിൻ്റെ ആളുകളാണ്, മുശ്രിക്കുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പുറന്തള്ളുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിയും. രണ്ടും അനീതിയാണ്, രണ്ടും അക്രമമാണ്. ഈ ളുൽമ് അല്ലെങ്കിൽ ഈ അക്രമം ഇല്ലാതെയായി തീരാൻ എന്തു വേണം? ശരിയായ അറിവ് ആവശ്യമുണ്ട്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്നത് നിങ്ങൾ ശരിക്ക് അറിയണം. അല്ലെങ്കിൽ ഇബാദത്തിന് അർഹൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് എന്ന വിഷയം നിങ്ങൾ പഠിക്കണം. അങ്ങനെ പഠിച്ചു മനസ്സിലാക്കിയെങ്കിലേ ഈ വിഷയം
നിങ്ങൾക്ക് കൃത്യമായി ഗ്രഹിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും സാധിക്കുകയുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു മുഹമ്മദിലെ 19-ാമത്തെ വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഒരൽപ്പം എപ്പോഴാണ് ഒരു പ്രവൃത്തി ആരാധന എന്ന് പറയാൻ കഴിയുക, എപ്പോഴാണ് ഒരു ആവശ്യപ്പെടൽ പ്രാർത്ഥനയാണ് എന്ന് പറയാൻ കഴിയുക എന്നതിനെ സംബന്ധിച്ച് നമുക്ക് പഠിക്കാം. പണ്ഡിതന്മാർ പരിശുദ്ധ ഖുർആനിൻ്റെയും സ്വഹീഹായ ഹദീസുകളുടെയും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിൻ്റെയും ജീവിത മാതൃകയിൽ നിന്നും ലോകത്തിലുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഉലമാക്കൾ ഒന്നടങ്കം ഏകോപിച്ചു പഠിപ്പിച്ച ഒരു വിഷയമുണ്ട്. എന്താണത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമേ സഹായം തേടാൻ പാടുള്ളൂ എന്ന് നമ്മൾ നേരത്തെ പഠിപ്പിച്ച ആയത്തിലൂടെ പഠിപ്പിക്കുന്നു. അതേ അവസരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വതആവനൂ അലൽ ബിർരി വത്തഖ്വ, നിങ്ങൾ നന്മയിലും പുണ്യത്തിലും പരസ്പരം സഹായിക്കണം. ഒരേ സമയം അല്ലാഹു പറയുന്നു നിങ്ങൾ അല്ലാഹുവിനോട് മാത്രമേ സഹായം ആവശ്യപ്പെടാൻ പാടുള്ളൂ. അതേ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു നിങ്ങൾ പരസ്പരം നന്മയിലും പുണ്യത്തിലും പരസ്പരം സഹായിക്കണം. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വഇനിസ്തൻസറൂകും ഫിദ്ദീൻ ഫഅലൈകുമുൻ നസ്ർ, മതത്തിന്റെ വിഷയത്തിൽ ആരെങ്കിലും നിങ്ങളോട് സഹായം ചോദിച്ചാൽ നിങ്ങൾ അവരെ സഹായിക്കണം. വഇനിസ്തൻസറൂകും ഫിദ്ദീൻ ഫഅലൈകുമുൻ നസ്ർ, മതത്തിന്റെ വിഷയത്തിൽ മതപരമായ വിഷയത്തിൽ നിങ്ങളോട് ആരെങ്കിലും സഹായം ചോദിച്ചാൽ നിങ്ങൾ അവരെ സഹായിക്കണം. അപ്പോൾ അള്ളാഹുവിനോട് മാത്രമേ സഹായം തേടാൻ പാടുള്ളൂ എന്ന് പറയുന്ന അതേ റബ്ബ് തന്നെ ചില വിഷയങ്ങളിൽ പരസ്പരം സഹായിക്കണമെന്നും സഹായം ചോദിച്ചാൽ സഹായിക്കണമെന്നും പറയുന്നു. അപ്പം ഇത് വൈരുദ്ധ്യമാണോ? അതല്ല രണ്ടും രണ്ട് അവസ്ഥകളെ സംബന്ധിച്ചാണോ? എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്നത് പഠിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ പഠിച്ചു മനസ്സിലാക്കിയ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നു, ഒരു പ്രവൃത്തി, ഒരു അമൽ ആരാധനയാവണമെങ്കിൽ, ഇബാദത്ത് എന്ന് പറയണമെങ്കിൽ അതിന് എന്ത് വേണം? അതിൽ ദുആ ഉണ്ടായിരിക്കണം. പ്രാർത്ഥന ഉള്ള അമലാണ് ഇബാദത്ത് എന്ന് പറയുക. എന്താണ്? പ്രാർത്ഥനയുള്ള ദുആ ഉള്ള ഏതൊരു പ്രവൃത്തിയും എന്താണ്? ഇബാദത്താണ്, ആരാധനയാണ്. പ്രാർത്ഥനയുള്ള ദുആ ഉള്ള ഏതൊരു അമലും ഇബാദത്താണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ നൽകാൻ പാടുള്ളൂ. എന്താ അതിൻ്റെ തെളിവ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് ഓതിയിട്ട് പഠിപ്പിച്ചു. എന്താണ്? വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എന്നോട് മാത്രം ദുആ ഇറക്കുക. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എനിക്ക് ഇബാദത്ത് ചെയ്യുന്നതിൽ ആരെങ്കിലും അഹങ്കാരം കാണിച്ചാൽ. അപ്പോൾ ആയത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞത് എന്താണ്? ഉദ്ഉനി, നിങ്ങൾ എന്നോട് ദുആ ഇറക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ആയത്തിന്റെ രണ്ടാമത്തെ ഭാഗത്തിൽ പറയുന്നതോ അല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എനിക്ക് ഇബാദത്ത് ചെയ്യുന്നതിൽ ആരെങ്കിലും അഹങ്കരിച്ചാൽ. അപ്പോൾ ദുആ എന്ന് പറഞ്ഞു, പിന്നെ പറയുന്നു ഇബാദത്ത്. അപ്പോൾ എന്താണ് ദുആവും ഇബാദത്തും തമ്മിൽ വല്ല ബന്ധവുമുണ്ടോ? സ്വഹാബത്തിന് സംശയമായി. പരിശുദ്ധ ഖുർആനിനെ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ പഠിപ്പിച്ചു കൊടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. ഈ വാചകത്തിൽ ആദ്യം ദുആ എന്ന് പറഞ്ഞു, പിന്നെ ഇബാദത്ത് എന്ന് പറഞ്ഞു. സ്വഹാബത്തെ, നിങ്ങൾ സംശയിക്കേണ്ടതില്ല, ഇന്ന ദുആ ഹുവൽ ഇബാദ, ദുആ ആണ് ഇബാദത്ത്.
അല്ലെങ്കിൽ ഏതൊരു പ്രവൃത്തിയെയും ആരാധനയാക്കി തീർക്കുന്നത് ദുആ ആണ്, പ്രാർത്ഥനയാണ്. അതുകൊണ്ട് പ്രാർത്ഥനയുള്ള ഏതൊരു അമലും ഇബാദത്താണ്. നിങ്ങൾ വഴിയിൽ നിന്ന് ഒരു മാലിന്യം നീക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ റബ്ബേ നീ ഇത് കാണുന്നുണ്ടല്ലോ, ഇതിനുള്ള പ്രതിഫലം നീ എനിക്ക് തരണമേ, ഇത് കണ്ടിട്ടും ഇത് ചെയ്യാതെ പോയ ആളുകൾക്ക് നീ നൽകുന്ന ശിക്ഷയിൽ നിന്ന് എന്നെ ഒഴിവാക്കണേ എന്നൊരു പ്രാർത്ഥന അവിടെ ഉണ്ടാകും. ആ പ്രാർത്ഥനയുള്ളത് കൊണ്ട് തന്നെ വഴിയിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കൽ ഒരു ഇബാദത്താണ്. കാരണം അവിടെ ദുആ ഉണ്ട്, പ്രാർത്ഥനയുണ്ട്. വഴിയറിയാത്ത ഒരാൾക്ക് വഴി കാണിച്ചു കൊടുക്കുമ്പോൾ റഹ്മാനായ റബ്ബേ ഈ അമലിന് നീ എനിക്ക് പ്രതിഫലം തരണമേ എന്ന ഒരു ദുആ, ഒരു പ്രാർത്ഥന അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് വഴി പറഞ്ഞു കൊടുക്കൽ ഇബാദത്താണ്, ആരാധനയാണ്. അങ്ങനെ തുടങ്ങി ചെറുതും വലുതുമായ ഏതൊരു പ്രവൃത്തിയും അതിൽ ദുആ ഉണ്ടെങ്കിൽ, പ്രാർത്ഥനയുണ്ടെങ്കിൽ അതെന്തായി? ഇബാദത്തായി. എന്നാൽ നമുക്കറിയാം 5 നേരത്തെ നമസ്കാരം ആരാധനയാണ്. ഒരാൾ 5 നേരത്തെ നമസ്കാരം നിർവഹിക്കുന്നു, പക്ഷെ അയാളുടെ മനസ്സിൽ റബ്ബിനെ കുറിച്ചുള്ള ചിന്തയില്ല, ജനങ്ങൾ കാണണം എന്നാണ് ചിന്തയെങ്കിലോ അത് ആരാധനയാണോ? അല്ല, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. എന്തുകൊണ്ട്? അവിടെ പ്രാർത്ഥന ഉണ്ടായിട്ടില്ല, അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന അതിലില്ല, പടച്ച റബ്ബിലേക്കുള്ള തേട്ടം അതിലില്ല. അയാൾ ജസ്റ്റ് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി അത് ചെയ്തതാണ്, പ്രാർത്ഥനയില്ല. അതുകൊണ്ട് തന്നെ ആ നമസ്കാരം ഇബാദത്തല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. അപ്പോൾ ഏതൊരു പ്രവൃത്തിയെയും അതിനെ ആരാധനയാക്കി തീർക്കുന്നത് അത് പ്രവർത്തിക്കുന്നവന്റെ മനസ്സിൽ അത് പ്രവർത്തിക്കുമ്പോഴുള്ള പ്രാർത്ഥനയാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, അദ്ദുആഉ ഹുവൽ ഇബാദ. ദുആ അത് തന്നെയാണ് ആരാധന, ഇബാദത്ത്. ദുആ ഇല്ലാത്തതൊന്നും എന്തല്ല? ആരാധനയല്ല. മറ്റൊരു റിവായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ആ റിവായത്തിന് ദുർബലതയുണ്ട്, ലഈഫാണ്. പക്ഷേ അതിൻ്റെ ഷവാഹിദുകൾ കൊണ്ട് അതിലെ ആശയം, അതിൻ്റെ മത്ന് ശരിയാണ്. എന്താണത്? ഇതേ ആശയം വരുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദുആഉ മുഖുൽ ഇബാദ. അദ്ദുആ മുഖുൽ ഇബാദ, ആരാധനയുടെ മജ്ജ പ്രാർത്ഥനയാണ്. പ്രാർത്ഥന നഷ്ടപ്പെട്ടാൽ പിന്നെ അതെന്തല്ല? ആരാധനയല്ല. അപ്പൊ പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന ഏതൊരു പ്രവൃത്തിയും ആരാധനയാകും, ഇബാദത്തായി തീരും. അപ്പോൾ ഒന്നുകൂടി പഠിക്കണം. എന്താണത്? എപ്പോഴാണ് ഒരു കാര്യം, ഒരു ദുആ, ഒരു തേട്ടം, മനസ്സിലെ ഒരു നിയ്യത്ത് പ്രാർത്ഥന എന്ന സാങ്കേതിക പദം ഉപയോഗിച്ച് പറയാൻ കഴിയുക? ദുആ എന്ന പദം ഉപയോഗിച്ച് പറയാൻ കഴിയുക? നമുക്കെല്ലാവർക്കും അറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു, വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. പള്ളികൾ മുഴുവൻ അള്ളാഹുവിനുള്ളതാണ്, അതുകൊണ്ട് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, അള്ളാഹുവിൻ്റെ കൂടെ വേറൊരാളെയും നിങ്ങൾ വിളിക്കാൻ പാടില്ല. അള്ളാഹുവിൻ്റെ കൂടെ വേറെ ഒരാളെയും നിങ്ങൾ വിളിക്കാൻ പാടില്ല. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള ബാധ്യതയിൽ ഒന്ന്, ഇദാ ദആകും ഫഅജീബൂ, നിങ്ങളെ വിളിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഉത്തരം ചെയ്യണം. അതിൻ്റെ അർത്ഥം നിങ്ങളോട് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കണം എന്നാണോ? അല്ല. പക്ഷെ ദുആ എന്ന വാക്കാണ് ഉപയോഗിച്ചത്. പക്ഷെ അത് നേരത്തെ പറയപ്പെട്ട പ്രാർത്ഥന എന്ന അർത്ഥത്തിലാണോ? അല്ല. മറിച്ച് നിങ്ങളെ വല്ല സൽക്കാരത്തിനോ വലീമത്തിനോ അതുപോലെയുള്ള വിരുന്നിനോ ക്ഷണിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? പോകണം എന്നാണ്. രണ്ടും ദുആ എന്ന വാക്കാണ് ഉപയോഗിച്ചത്. പക്ഷേ അള്ളാഹുവിൻ്റെ കൂടെ വേറെ ആരെയും വിളിക്കരുത് എന്ന് പറഞ്ഞ ആ ദുആ ആണോ ഈ ദുആ? അല്ല. പിന്നെ എന്താ വ്യത്യാസം? അല്ലെങ്കിൽ ഒരു വിളിയെ, ഒരു ആവശ്യപ്പെടലിനെ, ഒരു സഹായം ചോദിക്കലിനെ പ്രാർത്ഥന എന്ന് പറയാൻ കഴിയണമെങ്കിൽ, അല്ലെങ്കിൽ പ്രാർത്ഥന ഇത് പരിധിയിൽപ്പെട്ടതല്ല എന്ന് പറയണമെങ്കിൽ 3 ഷുറൂത്തുകൾ, 3 ഷർത്തുകൾ അതിൽ പാലിക്കപ്പെടണം. ആ 3 ഷർത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്ലാഹു അല്ലാത്ത ആളുകളോട് എന്ത് ചെയ്യാം?
സഹായം ചോദിക്കാം. 3 ഷർത്തുകൾ പാലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത ആളുകളോട് സഹായം ചോദിക്കാം. അതാണ് റബ്ബ് പറഞ്ഞത്, വിളിച്ചാൽ നിങ്ങൾ വിളിക്ക് ഉത്തരം കൊടുക്കണം. ആരെ വിളിക്കണം? വിളിക്ക് ഉത്തരം കൊടുക്കുക, വിളിക്കുന്ന ആള്. ഇങ്ങനെയെല്ലാം പരിഗണിച്ചാൽ നമുക്ക് പണ്ഡിതന്മാർ 3 ഷർത്തുകൾ അതിൽ പറഞ്ഞു. ഒന്നാമത്തത്, നിങ്ങൾ സഹായം ചോദിക്കുന്ന വ്യക്തി ജീവിച്ചിരിപ്പുള്ള ജീവനുള്ള ആളുകളായിരിക്കണം. എന്ന് പറഞ്ഞാൽ മരിച്ചവരാവാൻ പാടില്ല, ഹയ്യായിരിക്കണം, ജീവനുള്ളവരായിരിക്കണം. എന്നാൽ ജീവിച്ചിരിക്കുന്ന എല്ലാ ആളുകളോടും സഹായം ചോദിക്കാൻ പറ്റുമോ? ഇല്ല. ഒരാൾ അമേരിക്കയിൽ ജീവിച്ചിരിപ്പുണ്ട്, നമ്മളിവിടെയാണ്. നമുക്കിവിടുന്ന് അയാളോട് ഒരു സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടുന്ന് സംസാരിക്കാൻ പറ്റുമോ? ഇല്ല. ഏതെങ്കിലും നിലക്ക് ബന്ധപ്പെടാനുള്ള മൊബൈൽ ഫോണുകളോ മറ്റ് ഇൻ്റർനെറ്റ് സംവിധാനങ്ങളോ ഇല്ലാത്ത നിലക്ക് നമുക്ക് അമേരിക്കയിലോ അതല്ലെങ്കിൽ നമ്മളുടെ അടുത്തില്ലാത്ത, നമ്മളുടെ ശബ്ദം കേൾക്കാത്ത, നമ്മൾ കാണാത്ത പരിധിയിലുള്ള ഒരാളോട് സഹായം ചോദിക്കാൻ പാടില്ല. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, രണ്ടാമത്തെ ഷർത്ത്, നിങ്ങളുടെ മുന്നിൽ ഹാജറുള്ള ആളുകളോടായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? സഹായം ചോദിക്കേണ്ടത്. രണ്ടാമത്തെ ഷർത്ത്. അപ്പോൾ ഒന്നാമത്തെ ഷർത്ത്, നിങ്ങൾ സഹായം ചോദിക്കുന്നവർ ജീവിച്ചിരിപ്പുണ്ടാകണം. അതോടുകൂടി തന്നെ ലോകത്ത് മരിച്ചവരോട് സഹായം ചോദിക്കുന്ന മുഴുവൻ ആളുകളുടെയും പ്രവർത്തനങ്ങൾ ശിർക്കായി തീർന്നു. ലോകത്ത് ധാരാളം ആളുകൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് മരിച്ചുപോയവരോടാണ്. ധാരാളം ആളുകൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് മരിച്ചുപോയവരോടാണ്. അമ്പിയാക്കളോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നു, അമ്പിയാക്കളൊക്കെ മരിച്ചുപോയി, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഒഴികെ. അതുപോലെ തന്നെ ഹൈന്ദവർ ആരാധിക്കുന്ന ഒരുപാട് ചരിത്ര പുരുഷന്മാർ, അവരൊക്കെ ഇതിഹാസങ്ങളിൽ തന്നെ മരിച്ചുപോയി തീർന്നവരാണ്. അപ്രകാരം ലോകത്ത് വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന എമ്പാടും ആളുകളുടെ ആരാധ്യത ഈ ഒരു വാചകം കൊണ്ട് എന്താകും? നിഷ്ഫലമാകും. കാരണം അവരൊക്കെ എന്താണ്? മരിച്ചുപോയവരാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്, അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരോടാണോ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്? അംവാതുൻ, മരിച്ചുപോയവരാണ്. ഗൈറു അഹ്യാ, ജീവനില്ല. ജീവനില്ലാത്ത ആളുകളോടാണ് നിങ്ങൾ ചോദിക്കുന്നത്. ജീവനില്ലാത്തവർക്ക് നിങ്ങൾക്ക് ഉത്തരം തരാൻ കഴിയോ? നിങ്ങളെ സഹായിക്കാൻ കഴിയോ? ഇല്ല. അതുകൊണ്ട് മരിച്ചുപോയവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ ഒരു സഹായം ചോദിക്കുന്നത് പ്രാർത്ഥനയുടെ പരിധിയിൽ വരുന്നതാണ്. അപ്പോൾ പ്രാർത്ഥനയാവാതിരിക്കാൻ ഒന്നാമത് എന്ത് വേണം? ജീവിച്ചിരിപ്പുണ്ടാവണം. രണ്ടാമത്തത്, അവർ നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ ശബ്ദം കേൾക്കുന്ന പരിധിയിലുള്ളവനായിരിക്കണം. ഒന്നുകിൽ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാനോ അല്ലെങ്കിൽ നിങ്ങളുടെ കാതുകൊണ്ട് കേൾക്കാനോ പറ്റുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആധുനികമായ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ശബ്ദം കേൾപ്പിക്കാൻ പറ്റുന്ന അവസ്ഥയിലാണെങ്കിൽ, ഈ അവസ്ഥയിലല്ലാത്ത കാലത്തോളം അങ്ങനെയുള്ള ആളുകളോട് നിങ്ങൾ സഹായം ചോദിക്കൽ എന്താണ്? പ്രാർത്ഥനയുടെ പരിധിയിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലുള്ള ഒരാൾക്ക് കാശ്മീരിലുള്ള ഒരാളോടോ പാകിസ്ഥാനിലുള്ള ഒരാൾക്ക് ഇന്ത്യയിലെ കേരളത്തിലെ ഏതെങ്കിലും ഒരാളോടോ എന്തെങ്കിലും ഒരു ആവശ്യം ചോദിച്ചുകൊണ്ട് ആവശ്യപ്പെടാനോ സഹായം ചോദിക്കാനോ പാടുള്ളതല്ല. മൂന്നാമത്തത്, ഒരാൾ ജീവിച്ചിരിപ്പുണ്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ മുന്നിൽ ഹാജറുമാണ്. പക്ഷേ നിങ്ങൾ അയാളോട് ചോദിക്കുന്ന വിഷയം മനുഷ്യ കഴിവിനതീതമായ, സൃഷ്ടികളുടെ കഴിവിനതീതമായ, സ്രഷ്ടാവായ അള്ളാഹുവിന് മാത്രം കഴിയുന്ന ഒരു വിഷയമാണെങ്കിൽ അയാൾ ജീവിച്ചിരിപ്പുണ്ട്, നിങ്ങളുടെ മുന്നിൽ തന്നെയുണ്ടെങ്കിലും അതെന്താണ്? പ്രാർത്ഥനയായിത്തീരും. ഉദാഹരണത്തിന് സായിബാബയുടെ മുന്നിൽ പോയി നിന്നിട്ട് ഒരാൾ പറയുകയാണ്, സായിബാബ എനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ആണായിത്തീരണമേ. ഇത് മനുഷ്യ കഴിവുപെട്ടതാണോ? അല്ല. അതുകൊണ്ട് തന്നെ സായിബാബ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും സായിബാബ മുന്നിൽ തന്നെയുണ്ടെങ്കിലും അയാൾ ആ ചോദിച്ച വിഷയം സൃഷ്ടാവായ റബ്ബിന് മാത്രം കഴിയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് പ്രാർത്ഥനയുടെ പരിധിയിൽ
വരുന്നതാണ്. അതുപോലെ നമ്മുടെ മുമ്പിൽ ജീവിച്ചിരിപ്പുള്ള ഏതൊരാളോടും എൻ്റെ രോഗം, ആ രോഗത്തിന് ശിഫ നൽകണമേ, അതല്ലെങ്കിൽ എനിക്ക് സന്താനങ്ങളെ നൽകണമേ, എനിക്ക് സ്വർഗം നൽകണമേ, എൻ്റെ പാപങ്ങൾ പുറത്തു തരണമേ. ഇതൊന്നും മനുഷ്യർക്കോ സൃഷ്ടികൾക്കോ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഇപ്രകാരം സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം കഴിയുന്ന കാര്യങ്ങൾ സൃഷ്ടികളോട് ആരോട് ചോദിച്ചാലും, അവർ ജീവിച്ചിരിപ്പുള്ളവരാകട്ടെ അല്ലാത്തവരാകട്ടെ, അവരോട് ചോദിച്ചാൽ അത് പ്രാർത്ഥന എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഒരു കാര്യം ആവശ്യപ്പെടൽ പ്രാർത്ഥനയല്ലാതാവണമെങ്കിൽ എന്ത് വേണം? ചോദിക്കപ്പെടുന്ന വ്യക്തി ജീവിച്ചിരിപ്പുണ്ടാകണം, ചോദിക്കപ്പെടുന്ന വ്യക്തി നിങ്ങളുടെ മുമ്പിൽ ഹാജരായിരിക്കണം, ചോദിക്കപ്പെടുന്ന വ്യക്തിയുടെ കഴിവിൽപ്പെട്ടതായിരിക്കണം നിങ്ങൾ ചോദിക്കേണ്ടത്. അല്ലെങ്കിൽ സൃഷ്ടികൾക്ക് അല്ലാഹു കൊടുത്ത കഴിവിൽപ്പെട്ട കാര്യങ്ങളായിരിക്കണം നിങ്ങൾ ചോദിക്കേണ്ടത്. എന്നാൽ നിങ്ങൾ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ ചോദിക്കുന്ന വ്യക്തി മരിച്ച വ്യക്തിയാണെങ്കിൽ അപ്പോൾ അത് പ്രാർത്ഥനയുടെ പരിധിയിലേക്ക് വന്നു. നിങ്ങൾ സഹായം ചോദിക്കുന്ന വ്യക്തി നിങ്ങളുടെ മുമ്പിൽ ഒരു നിലക്കും ഹാജരല്ലെങ്കിൽ നിങ്ങളുടെ ആ ചോദ്യം പ്രാർത്ഥനയുടെ പരിധിയിലേക്ക് വന്നു. അതുപോലെ തന്നെ നിങ്ങൾ ചോദിക്കുന്ന വിഷയം സ്രഷ്ടാവായ റബ്ബിന് മാത്രം കഴിയുന്ന കാര്യമാണെങ്കിലും അപ്പോഴും അതെന്തായി തീർന്നു? പ്രാർത്ഥനയുടെ പരിധിയിലേക്ക് വന്നു. അപ്പോൾ ചുരുക്കത്തിൽ മലയാളത്തിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായ സാധാരണഗതിയിൽ നടന്നു വരുന്ന ക്രയവിക്രയങ്ങളിൽ നിന്ന് അതീതമായ നിലക്ക് ഒരാളിൽ നിന്ന് വല്ല സഹായവും പ്രതീക്ഷിക്കലും ഉപദ്രവം തടയുമെന്ന് വിചാരിക്കലുമാകുന്നു പ്രാർത്ഥന. ഈ ചിന്താഗതിയുള്ള ഏത് അമലും എന്താണ്? ആരാധനയാണ്. ഒരു വിശ്വാസി ഒരു അമ്പലത്തിൻ്റെ മുന്നിലൂടെ യാത്ര ചെയ്യുന്ന ബസ്സിലെ ഒരു യാത്രക്കാരൻ അമ്പലത്തിൻ്റെ അടുത്തെത്തുമ്പോൾ തൻ്റെ കൈ തൻ്റെ നെഞ്ചിൽ വെച്ച് ഭവ്യതയോടുകൂടി കാണിക്കുന്ന ഒരു പ്രവൃത്തിയുണ്ട്. അതെന്താണ് യഥാർത്ഥത്തിൽ? ആരാധനയാണ്. കാരണം ആ അമ്പലത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ദൈവം അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ പിന്നിൽ ഏതൊരു ശക്തിയാണോ അല്ലെങ്കിൽ ആ വിഗ്രഹത്തിൻ്റെ പിന്നിൽ ഏതൊരു ശക്തിയാണോ ആ ശക്തിയിൽ നിന്ന് കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായ ഒരു രക്ഷയോ ഒരു ശിക്ഷയോ അയാൾ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പ്രവർത്തിക്കാൻ അയാൾക്ക് പ്രേരണയായി തീർന്നത്. അതുകൊണ്ട് നമ്മൾ അതിനെ ആരാധന എന്ന് പറയും. എന്നാൽ അതേ സന്ദർഭത്തിൽ ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തി റോഡ് സൈഡിൽ തൻ്റെ സുഹൃത്തിനെ കണ്ടപ്പോൾ ഒന്ന് കൈ കാണിച്ചു. നമ്മളതിന് ആരാധന എന്ന് പറയില്ല. എന്തുകൊണ്ടാണ്? തൻ്റെ സുഹൃത്തിനെ കണ്ടപ്പോൾ കൈ കാണിച്ചതിൽ കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായ എന്തെങ്കിലും ഒന്ന് ആ വ്യക്തിയിൽ നിന്ന് ഈ വ്യക്തി എന്ത് ചെയ്യുന്നില്ല? പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ റോഡ് സൈഡിൽ കാണുന്ന ഒരു വ്യക്തിയോട് സല്യൂട്ട് അടിക്കുന്ന, കൈ കാണിക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തിയെ ആരാധിക്കുന്നില്ല. എന്നാൽ അതേ സന്ദർഭത്തിൽ ഒരു മക്ബറയുടെ മുന്നിലൂടെ കടന്നു പോകുന്ന വാഹനത്തിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് ബഹുമാനപൂർവ്വം നിന്നാൽ അത് ആരാധനയാണ്. കാരണം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ചുപോയ കാര്യകാരണ ബന്ധത്തിൽ നിന്ന് മുറിഞ്ഞുപോയ ഒരു വ്യക്തി, ആ വ്യക്തിയെ ബഹുമാനിച്ചില്ലെങ്കിൽ, ആദരിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് പ്രയാസങ്ങൾ വരും എന്ന ഒരു മനുഷ്യൻ്റെ ചിന്ത കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായ ചിന്തയാണ്. ഇപ്രകാരം പണ്ഡിതന്മാർ കൃത്യമായി പറഞ്ഞു തന്നു, ജീവിച്ചിരിപ്പുള്ള നിങ്ങളുടെ മുമ്പിൽ പ്രസൻ്റായ ഒരു വ്യക്തിയോട് അയാളുടെ കഴിവിൻ്റെ പരിധിയിൽപ്പെട്ട ലാഹിറായ കാര്യകാരണ ബന്ധങ്ങൾക്കുള്ളിൽ ഒതുങ്ങുന്ന വിഷയത്തിൽ നിങ്ങൾ ചോദിച്ചാൽ അത് പ്രാർത്ഥനയല്ല. എന്നാൽ ലാഹിറായ പ്രത്യക്ഷമായതോ മതപരമായതോ ആയ കാരണങ്ങളില്ലാതെ നമുക്ക് ബുദ്ധി കൊണ്ടോ അതല്ലെങ്കിൽ അനുഭവങ്ങൾ കൊണ്ടോ തെളിയിക്കാൻ പറ്റാത്ത നിലക്കുള്ള ഒരു നന്മ പ്രതീക്ഷിച്ചുകൊണ്ടോ ഒരു തിന്മയെ ഭയപ്പെട്ടുകൊണ്ടോ ആണ് നിങ്ങൾ ഏതൊരു കാര്യം ചെയ്യുന്നതെങ്കിലും ആ നിയ്യത്ത് പ്രാർത്ഥനയാണ്. അതനുസരിച്ച് നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾ പ്രാർത്ഥനയാണ്. അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളും പ്രാർത്ഥനയാണ്. എന്ന് പറഞ്ഞാൽ ശരീഅത്ത് കൊണ്ടോ ഭൗതിക അനുഭവങ്ങൾ കൊണ്ടോ പ്രത്യക്ഷമായ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ ഏതൊരു വിശ്വാസവും ഏതൊരു സഹായം ചോദിക്കലും ഏതൊരു പ്രശ്നത്തിൽ നിന്ന് അഭയം ചോദിക്കലും എന്തായിത്തീരും? പ്രാർത്ഥനയായിത്തീരും. ആ മനോഭാവത്തോടുകൂടി ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ആരാധനയായിത്തീരും. നമ്മൾ ബലിപെരുന്നാളിന് ഉരുവിനെ അറുക്കുന്നു. അതെന്താണ്? ആരാധനയാണ്. കാരണം നമ്മൾ ഒരു ഉരുവിനെ അറക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലം നമ്മൾ ആരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു? അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അവിടെ പ്രത്യക്ഷമായ കാര്യകാരണ ബന്ധങ്ങളൊന്നും ഇല്ല.
എന്നാൽ കച്ചവടത്തിന് വേണ്ടി ഒരാൾ തൻ്റെ ഉരുവിനെ അറുത്തിട്ട് അയാൾ കച്ചവടം ചെയ്യുമ്പോൾ അയാൾ ഉദ്ദേശിക്കുന്ന എന്താണ്? ഈ ഇറച്ചി വാങ്ങാൻ ആളുകൾ വരും, അവരത് വാങ്ങിയാൽ അത് പൈസ തരും, അപ്പം എനിക്ക് ലാഭം ഉണ്ടാവും, അത്ര അയാൾ ചിന്തിക്കുന്നുള്ളൂ. ആ ലാഭം എന്ത് ലാഭമാണ്? കാര്യകാരണ ബന്ധത്തിൻ്റെ ഉള്ളിലുള്ള ലാഭമാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ അവർക്കുള്ള ഇബാദത്തടങ്ങിയ ഒരു അറിവല്ല അത്. എന്നാൽ അതേ സന്ദർഭത്തിൽ മൊയ്തീൻ ഷെയ്ഖിൻ്റെ ഖബറിലേക്കോ അതല്ലെങ്കിൽ റിഫായി തങ്ങളുടെ ഖബറിലേക്കോ ഒരു ആടിനെ നേർച്ചയാക്കുന്ന ആളോ അവരുടെ പേരിൽ ഒരു ആടിനെ അറക്കുന്ന ആളോ റിഫായി ഷെയ്ഖ് വന്ന് ആടിൻ്റെ ഇറച്ചി വാങ്ങിയിട്ട് പൈസ തന്നു പോകുന്നല്ല അയാൾ വിചാരിക്കുന്നത്. മറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ഈ തങ്ങൾ ഇതറിയും, അയാളിത് കാണും. അങ്ങനെ എനിക്ക് പല നന്മകളും അത് ലഭിക്കാൻ അത് കാരണമായി തീരും, പല ദോഷങ്ങളിൽ നിന്നും തടയാനും അത് കാരണമായി തീരുമെന്ന കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായ ഒരു ചിന്ത അയാളുടെ മനസ്സിലുണ്ടാകും. അതുകൊണ്ട് തന്നെ ആ ചിന്താഗതിയോടുകൂടി അയാൾ അറക്കുന്നത് മൊയ്തീൻ ഷെയ്ഖിനാണെങ്കിൽ അത് മൊയ്തീൻ ഷെയ്ഖിനുള്ള ഇബാദത്താണ്, അത് അള്ളാഹുവിനാണെങ്കിൽ അത് അള്ളാഹുവിനുള്ള ഇബാദത്താണ്. നേർച്ചകളാകട്ടെ, വഴിപാടുകളാകട്ടെ, മറ്റ് എന്ത് പ്രവർത്തനങ്ങളാകട്ടെ, ഇപ്രകാരം കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായി ജീവിച്ചിരിപ്പുള്ള നമ്മുടെ മുമ്പിൽ ഹാജരായ നമുക്ക് പ്രത്യക്ഷത്തിൽ കാരണങ്ങൾ അറിയാവുന്ന നിലക്കുള്ള സഹായം ചോദിക്കലുകൾക്കപ്പുറത്തുള്ള ഈ നിലക്കുള്ള എല്ലാ തേട്ടവും എല്ലാ സഹായം ചോദിക്കലും പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന ഏതു പ്രവൃത്തിയും ആരാധനയാണ്. ഉലമാക്കളുടെ ചില ഇബാറത്തുകൾ ഈ വിഷയത്തിൽ ഞാൻ എൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്താം. ശുറൂത്തു ദുആഇ വ മവാനിഉൽ ഇജാബത്തി ഫി ലൗഇൽ കിതാബി വസ്സുന്ന എന്ന ഗ്രന്ഥത്തിൽ അതിൻ്റെ കർത്താവായ പ്രസിദ്ധ സലഫി പണ്ഡിതൻ സഈദ് ഇബ്നു അലി ഇബ്നു വഹഫ് അൽ ഖഹ്താനി അദ്ദേഹം രേഖപ്പെടുത്തുന്നു, ദുആ രണ്ട് നിലക്ക് നിർവഹിക്കാവുന്നതാണ്. പ്രാർത്ഥന രണ്ട് രൂപത്തിൽ നിർവഹിക്കാം. ഇത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഇടയിൽ ഇജ്മാ ഉള്ള വിഷയമാണ്. രണ്ട് നിലക്ക് പ്രാർത്ഥന നിർവഹിക്കാം. ഒന്ന് നാവ് കൊണ്ട് ചോദിച്ചുകൊണ്ടും മറ്റൊന്ന് പ്രവർത്തിച്ചുകൊണ്ടും. ഒന്ന് നാവ് കൊണ്ട് ചോദിച്ചുകൊണ്ട് മറ്റൊന്ന് പ്രവർത്തിച്ചുകൊണ്ട്. നാവ് കൊണ്ട് ചോദിക്കുന്നതിനെ നമ്മൾ എന്തു പറയും? ദുആ ഉത്തലബ്. എന്താണ്? ഒരു കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ നമ്മുടെ നാവ് കൊണ്ട് അത് ആവശ്യപ്പെടലാണെന്ത്? ഒന്ന്. എന്നാൽ മറ്റൊന്ന് ദുആ ഉൽ ഇബാദ, ഒരു ആരാധന നിർവഹിച്ചുകൊണ്ട്. നാവ് കൊണ്ട് നമ്മൾ ആവശ്യപ്പെടുന്നില്ല, പക്ഷേ നമ്മുടെ മനസ്സിലെ നിയ്യത്ത് എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരാൾ വഴിയിൽ നിന്ന് മാലിന്യത്തെ എടുത്തു നോക്കുമ്പോൾ അയാൾ നാവ് കൊണ്ടൊന്നും പറയുന്നില്ലെങ്കിലും അയാളുടെ ആ പ്രവൃത്തി എന്താണ്? ആരാധനയാണ്. അതിലൊരു ദുആ ഉണ്ട്. ആ ദുആ അല്ലെങ്കിൽ അത് ഇബാദത്തല്ല. അപ്പം നാവ് കൊണ്ട് പറയുന്ന നിലക്കുള്ള ദുആഇനെ ദുആ ഉത്വലബ് എന്നാ പറയാ. എന്താ പറയാ? ദുആ അത്വലബ്. അത് നാവ് കൊണ്ട് നമ്മൾ ശരിക്കും ആവശ്യപ്പെട്ടു. ഇതുപോലെ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക് എന്നിങ്ങനെ നമ്മൾ ശരിക്കും നാവ് കൊണ്ട് തന്നെ പറയും. എന്നാൽ ചിലത് നാവ് കൊണ്ട് പറയേണ്ടതില്ല, മറിച്ച് ഒരു പ്രവൃത്തിയിലൂടെയുള്ള ദുആ. അതെങ്ങനെയാണ്? ഇതേപോലെ ചില പ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്നു, നാവ് കൊണ്ട് പറയുന്നില്ലെങ്കിലും മനസ്സിലെ നിയ്യത്ത് എന്താണ്? ഇങ്ങനെ റബ്ബിൻ്റെ അടുത്ത് നിന്ന് പ്രതിഫലം കിട്ടണമെന്നാണ്, അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണം എന്നാണ്. അതിന് നമ്മൾ ദുആ ഉൽ ഇബാദ എന്ന് പറയും, അഥവാ ആരാധനയിലൂടെയുള്ള പ്രാർത്ഥന. അപ്പോൾ ഒന്ന് ആരാധനയിലൂടെയുള്ള പ്രാർത്ഥന, മറ്റൊന്നൊരു കാര്യം ചോദിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന. രണ്ടും എന്ത് തന്നെയാണ്? പ്രാർത്ഥനയാണ്. ദുആ ഇല്ലാത്തൊരു സംഗതി ഇല്ല എന്നർത്ഥം. ദുആ ഇല്ലാത്ത ഒരു ആരാധനയില്ല എന്നർത്ഥം. അപ്പം നാവ് കൊണ്ട് ചോദിച്ചാലും ശരി, ഒരു സംഗതി പ്രവർത്തിച്ചാലും ശരി, രണ്ടും എന്ത് തന്നെയാണ്? ദുആ തന്നെയാണ്. എന്നാൽ ദുആ ഉത്വലബ് എന്ന് പറയുമ്പോൾ, ഒരു കാര്യം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ദുആ എന്ന് പറയുമ്പോൾ അതെന്താണ്? ത്വലബു മാ യൻഫഉ അദ്ദാഇ മിൻ ജലബി നഫ്ഇൻ ഔ കശ്ഫി ദുർരിൻ. ദുആ ഉത്വലബ് എന്ന് പറഞ്ഞാൽ ഇതാവശ്യപ്പെടുന്ന ഒരു വ്യക്തി തനിക്കൊരു ഖൈറ് കിട്ടാനോ ഒരു ഷർറിൽ നിന്ന് രക്ഷപ്പെടാനോ വേണ്ടി ഒരു കാര്യം ആവശ്യപ്പെടലാണ്. വ ത്വലബുൽ ഹാജാത്ത്, അല്ലെങ്കിൽ തൻ്റെ ആവശ്യങ്ങൾ പറയലാണ്. അതുകൊണ്ട് തന്നെ ദുആ ഉത്വലബ് അല്ലെങ്കിൽ ദുആ ഉൽ മസ്അല എന്ന് പറഞ്ഞാൽ ഫീഹി തഫ്സീലുൻ, ഒരല്പം വിശദീകരിച്ച് പഠിക്കണം. ദുആ ഉത്വലബ് എന്ത് ചെയ്യണം?
ഒരല്പം വിശദീകരിച്ച് പഠിക്കണം. കാരണം നമ്മളൊരു കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് പറയുന്നത് ദുആഉ ത്വലബാണെങ്കിൽ അത് കൃത്യമായി പഠിച്ചിട്ടില്ലെങ്കിൽ പ്രാർത്ഥന ഏത് പ്രാർത്ഥനയല്ലാത്തതേത് എന്ന് വേർതിരിയുകയില്ല. അപ്പം അതെങ്ങനെയാണ് നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കേണ്ടത്? പണ്ഡിതന്മാർ വിശദീകരിച്ചു. ഇദാ കാന ദുആഉൽ മസ്അല, ഒരു കാര്യം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു സംസാരം, സദറ മിൻ അബ്ദിൻ, ഒരടിമയിൽ നിന്നതുണ്ടായി. ആരോടാണ് ഇതുണ്ടായത്? ലിമിസ്ലിഹി മിനൽ മഖ്ലൂഖീൻ, തന്നെ പോലെ തന്നെയുള്ള ഒരു സൃഷ്ടിനോടാണ് അയാൾ എന്ത് ചെയ്യുന്നത്? ഈ കാര്യം ചോദിക്കുന്നത്. ആ സൃഷ്ടിയാകട്ടെ വഹുവ ഖാദിറുൻ, അത് ചെയ്യാൻ കഴിവുള്ള ആളുമാണ്. ആ സൃഷ്ടി ഇയാൾ ആവശ്യപ്പെട്ട കാര്യം ചെയ്തു കൊടുക്കാൻ കഴിവുള്ള സൃഷ്ടിയാണ്. അങ്ങനെയുള്ള ഒരു സൃഷ്ടിയോടാണ് മറ്റൊരു സൃഷ്ടി ചോദിക്കുന്നതെങ്കിൽ, അതുപോലെ തന്നെ ഹയ്യുൻ, കഴിവുണ്ട് എന്ന് മാത്രമല്ല അയാൾ ജീവിച്ചിരിപ്പുണ്ട്. അതുപോലെ തന്നെ ഖാദിറുൻ, ഇത് ചെയ്യാനുള്ള കഴിവ് അയാൾക്കുണ്ട്. ഹയ്യാണ്. ഹാളിറുൻ, അതുപോലെ തന്നെ ഹാളിറുമാണ്. ചോദ്യകർത്താവിൻ്റെ മുന്നിൽ അയാളുണ്ട്, അല്ലെങ്കിൽ ഫോണിലോ അതുപോലുള്ള ഏതെങ്കിലും ഒരു മീഡിയ വഴി അയാൾ ഇയാളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഈ 3 നിലക്കുള്ള ആളുകളോടാണ് ഒരാളുടെ ആവശ്യം ഒരാൾ ചോദിച്ചതെങ്കിൽ ഫലൈസ ബിശിർക്കിൻ, അതെന്തല്ല, അത് ശിർക്കല്ല. അള്ളാഹു അല്ലാത്ത ആളുകളോട് ചോദിക്കുന്നതിൽ പെടുകയില്ല അത്. കാരണം ഇയാൾ ചോദിക്കുന്ന ആരാണ്? തന്നെപ്പോലെ തന്നെയുള്ളൊരു സൃഷ്ടിനോട്. ആ സൃഷ്ടി ഈ സഹായം ചെയ്തു കൊടുക്കാൻ കഴിവുള്ള ആളാണോ? ആണ്. ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. പ്രസന്റ് ആണോ? ആണ്. എങ്കിൽ പ്രസന്റുള്ള ജീവിച്ചിരിപ്പുള്ള ഒരു വ്യക്തിയോട് അയാളുടെ കഴിവിൽപ്പെട്ടത് ഒരാൾ ചോദിച്ചാൽ അത് ശിർക്കല്ല. ഒരാളോട് പണം നമ്മൾ കടമായി ചോദിക്കുന്നു, അത് ശിർക്കല്ല. തൻ്റെ ഭാര്യയോട് വെള്ളമെടുത്ത് തരാൻ വേണ്ടി പറയുന്നു, അത് ശിർക്കല്ല. വിദ്യാർത്ഥിയോട് ചോക്കെടുത്ത് ഓഫീസിൽ നിന്ന് ചോക്കെടുത്ത് വാ എന്ന് പറയുന്നു, അത് ശിർക്കല്ല. അങ്ങനെ പല നിലക്കുമുള്ള കാര്യങ്ങൾ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യപ്പെടുന്നു. നമ്മുടെ വീട് പണിയാൻ നമ്മൾ തൊഴിലാളികളെ വിളിക്കുന്നു. നമ്മളുടെ ഡ്രസ്സ് തുന്നാൻ നമ്മൾ തുന്നൽക്കാരൻ്റെ സഹായം ചോദിക്കുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങളൊന്നും ഷിർക്കിൻ്റെ പരിധിയിൽ വരുന്നില്ല. എന്തുകൊണ്ട്? നമ്മൾ വീടിൻ്റെ നിർമ്മാണത്തിന് തൊഴിലാളിയെ കിട്ടാൻ വേണ്ടി നമ്മുടെ റൂമിലിരുന്ന് വിളിക്കുകയാണോ? ഈ രാജ്യത്തിലുള്ള തൊഴിലാളികളെ എനിക്ക് വന്ന് വീടുണ്ടാക്കി തരൂ എന്ന് പറയാണോ? അല്ല. പിന്നെയോ തൊഴിലാളിയുടെ നമ്പർ വാങ്ങി ഒന്നുകിൽ ഫോണിൽ വിളിക്കും, അല്ലെങ്കിൽ അയാളെ വീട്ടിൽ പോയി കാണും. മരിച്ചുപോയ ഏതെങ്കിലും ഒരു ആശാരിയെ നമ്മൾ ആരെങ്കിലും നമ്മുടെ വീടിൻ്റെ പണിക്ക് വിളിച്ചിട്ടുണ്ടോ? ഇല്ല. കാരണം എന്താ? മരിച്ചുപോയ ആശാരിനോട് ചോദിച്ചിട്ട് കാര്യമല്ല. ജീവിച്ചിരിപ്പുള്ള ആശാരി ആയിരിക്കണം, ആശാരിപ്പണി അയാൾ അറിഞ്ഞിരിക്കണം. അങ്ങനെ പല മാനദണ്ഡങ്ങൾ. ഈ മാനദണ്ഡങ്ങളൊക്കെ ഉള്ള ആളുകളോട് ചോദിക്കുമ്പോൾ അത് ശിർക്കല്ല എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചു. ഏതുപോലെ യാ ഫുലാൻ അഅ്തിനി ത്വആമ, എനിക്ക് ഭക്ഷണം തരൂ, അതല്ലെങ്കിൽ എനിക്ക് ഇന്നെന്ന കാര്യങ്ങൾ ചെയ്തു തരൂ എന്ന നിലക്കാണ് പറയുന്നതെങ്കിൽ അതെന്തല്ല? ശിർക്കല്ല. എന്താ അതിൻ്റെ തെളിവ്? തെളിവ് മുദ്രിക്കുന്നു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, മൻ ഇസ്തആദ ബില്ലാഹി ഫഅഈദൂഹു, അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങളോട് ആരെങ്കിലും വല്ല ഇസ്തിയാദയും ചെയ്താൽ, രക്ഷ ചോദിച്ചാൽ, നിങ്ങൾ അയാളെ രക്ഷിക്കണം. അപ്പോൾ നമ്മൾ ഇസ്തിയാദ നടത്തുന്ന ആരോടാ? അള്ളാഹുവിനോടാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അസ്മാകളോടാണ്, സിഫാത്തുകളോടാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങളോട് ആരെങ്കിലും അഭയം ചോദിച്ചാൽ നിങ്ങൾ അയാൾക്ക് അഭയം കൊടുക്കണം. ഇതേതാണ് ഈ അഭയം? നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ട്, നിങ്ങളുടെ കഴിവിൽപ്പെട്ട അഭയമാണ് അവർ ചോദിക്കുന്നതെങ്കിൽ തൽക്കാലം അവരെ കോട്ടയിൽ പാർപ്പിക്കുക, റൂമിൽ പാർപ്പിക്കുക, വാതിലടച്ചിടുക, ശത്രുക്കളോട് അവരുള്ള വിവരം പറയാതിരിക്കുക, അതല്ലെങ്കിൽ അവർക്ക് വേണ്ടി സാധിക്കുന്നത്ര പൊരുതാൻ സാധിക്കുമെങ്കിൽ പൊരുതുക. ഇതൊക്കെയാണ്. ഈ നിലക്ക് നിങ്ങളുടെ കഴിവിൽപ്പെട്ട ഒരു അഭയം ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ അവർക്ക് എന്ത് ചെയ്യണം? അഭയം നൽകണം. ഇസ്തിയാദ അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ എന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറയുന്നത്. എന്ത്? നിങ്ങളോട് ആരെങ്കിലും രക്ഷ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അയാളെ രക്ഷപ്പെടുത്തണം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ രക്ഷപ്പെടുത്തൽ, ഈ അഭയം കൊടുക്കൽ എന്താണ്? ഈ അഭയം ചോദിക്കൽ ഏത് നിലക്കുള്ളതാണ്? ജീവിച്ചിരിപ്പുള്ള കഴിവിൽപ്പെട്ട ഒരു സംഗതി ഹാളിറായ ഒരാളോട് ചോദിച്ചാൽ അത് അനുവദനീയമാണ് എന്ന് പഠിപ്പിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വമൻ സഅല ബില്ലാഹി ഫഅഅതൂഹു, അള്ളാഹുവിൻ്റെ പേരിൽ ആരെങ്കിലും നിങ്ങളോട് വല്ലതും ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം?
കൊടുക്കണം. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആരോട് പറഞ്ഞത്? അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, ഇദാ സഅൽത ഫസ്അലില്ലാഹ്, നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാവൂ. അതേ നബി പറയാണ്, നിങ്ങളോട് അള്ളാഹുവിൻ്റെ പേരിൽ ആരെങ്കിലും വല്ലതും ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? കൊടുക്കണം. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാവൂ എന്ന് പറഞ്ഞ ചോദ്യവും ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ചോദ്യവും രണ്ടാണ്. ഇവിടെയുള്ള ചോദ്യം, നിങ്ങൾ ജീവിച്ചിരിക്കെ നിങ്ങളുടെ കഴിവിൽപ്പെട്ട ഒരു വിഷയം ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അവർക്ക് നൽകണം. വഅമ്മ സായില ഫലാ തൻഹർ, ചോദിച്ചു വരുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യരുത്? ആട്ടിയകറ്റരുത്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമൻ ദആകും ഫഅജീബു, നിങ്ങളെ ആരെങ്കിലും വിളിച്ചാൽ നിങ്ങൾ ഉത്തരം കൊടുക്കണം. ഏതാണ് ഈ ദഅ? അള്ളാഹുവിനോട് മാത്രം നടത്തേണ്ട ദുആ ആണോ? അല്ല, ജീവിച്ചിരിപ്പുള്ള ഒരാളോട് പറയാണ് നിങ്ങൾ എൻ്റെ വലീമത്തിന് വരണം, അല്ലെങ്കിൽ ഇന്ന പദ്ധതിക്ക് വരണം എന്ന് തൻ്റെ മുന്നിലുള്ള ഒരാളോട് പറയാണ്. അയാൾക്ക് സൽക്കാരത്തിന് വരാനുള്ള കഴിവില്ലേ? ഉണ്ട്. ഭക്ഷണം കഴിക്കാനുള്ള കഴിവില്ലേ? ഉണ്ട്. അപ്പോൾ അയാളുടെ കഴിവിൽപ്പെട്ട കാര്യമാണ് എന്ത് ചെയ്യുന്നത്? ചോദിക്കുന്നത്. എന്നാൽ നമ്മൾ ഒരാളെടുത്ത് പോയിട്ട് പറയാണ്, ഞാനിങ്ങനെ വലീമത്ത് ഉദ്ദേശിക്കുന്നുണ്ട്, യാതൊരു തടസ്സങ്ങളും പ്രശ്നങ്ങളും ഇല്ലാതെ ആ വലീമത്തിൽ ബർക്കത്തുണ്ടാവാൻ നിങ്ങൾ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞാലോ, അതെന്താണ്? അത് ശിർക്കാണ്. കാരണം അത് അയാളുടെ കഴിവുപ്പെട്ടതല്ല. ഒരു സംഗതി ബർക്കത്തോടുകൂടി പര്യവസാനിപ്പിക്കാൻ സാധിക്കുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. റബ്ബിൻ്റെ ഖദറില്ലാതെ, റബ്ബിൻ്റെ തീരുമാനമില്ലാതെ മറ്റൊരാൾക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. നേരെ മറിച്ച് അയാളുടെ കഴിവിൽപ്പെട്ടത് അതിനു വേണ്ട സഹായങ്ങൾ ചെയ്യുക. സാമ്പത്തിക സഹായമാണെങ്കിൽ അങ്ങനെ, വന്ന് ശരീരം കൊണ്ടുള്ള സഹായമാണെങ്കിൽ അങ്ങനെ, വലീമത്തിന് വന്ന് ഭക്ഷണം കഴിച്ചു കൊടുക്കുക എന്നുള്ള സഹായമാണെങ്കിൽ അങ്ങനെ, അതൊക്കെ കഴിയുന്നതാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ, വൈദാ ദആകും, നിങ്ങളെ ആരെങ്കിലും ക്ഷണിച്ചാൽ ഫഅജീബു, നിങ്ങളതിന് ഉത്തരം കൊടുക്കണം. വമൻ സനഅ ഇലൈക്കും മഅറൂഫൻ, നിങ്ങൾക്ക് ആരെങ്കിലും ഒരു ഉപകാരം ചെയ്താൽ ഫകാഫിഊഹ്, നിങ്ങൾ പ്രത്യുപകാരം ചെയ്യണം. ഒരു നന്മ അങ്ങോട്ട് ചെയ്താൽ ഒരു നന്മ തിരിച്ച് അതിന് മുകാഫത്തായിക്കൊണ്ട് എന്തെങ്കിലും ഒരു പ്രത്യുപകാരം നിങ്ങൾ അങ്ങോട്ട് ചെയ്യണം. ഫഇല്ലം തജിദൂ മാ തുകാഫിഊനഹു, തിരിച്ചൊന്നും കൊടുക്കാൻ നിങ്ങളുടെ കയ്യിലില്ല, ഇങ്ങോട്ട് തന്ന വ്യക്തിക്ക് അതിന് തുല്യമായത് തിരിച്ച് അങ്ങോട്ട് കൊടുക്കാൻ നിങ്ങളുടെ കയ്യിലില്ലെങ്കിലോ, നിങ്ങളുടെ കയ്യിലുള്ള ഒരു കാര്യമുണ്ട്. എന്താണ്? അത് ചെയ്തു കൊടുക്കണം. എന്താണത്? ഫദ്ഉ ലഹു, ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അയാളുടെ സാന്നിധ്യത്തിൽ വെച്ച് പ്രാർത്ഥിക്കണം. അയാൾ കേൾക്കെ പ്രാർത്ഥിക്കണം. എത്രത്തോളം? ഹത്താ തറൗ അന്നകും ഖദ് കാഫഅതുമൂഹ്, ഇദ്ദേഹം എനിക്ക് ചെയ്തു തന്ന ഉപകാരത്തിന് പകരമായി എന്ന് തോന്നുന്ന അത്രയും നിങ്ങൾ ദുആരക്കണം എന്നാണ്. അപ്പോൾ ആ ദുആ കേട്ടിട്ട് ഉപകാരം ചെയ്ത ആൾക്ക് പോലും തോന്നണം, ഇത്രയൊന്നും ഞാൻ അദ്ദേഹത്തിന് ചെയ്തിട്ടില്ലല്ലോ, അപ്പം അദ്ദേഹം എനിക്ക് തിരിച്ച് ചെയ്തത് ഞാൻ അങ്ങോട്ട് കൊടുത്തതിനേക്കാൾ ഉന്നതമായി എന്ന് ഉപകാരം ചെയ്ത ആൾക്ക് തോന്നുമാറ് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, നീ അവരുടെ സദഖയിൽ നിന്ന് ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഹിറുഹും വതുസക്കീഹ അലൈഹിം, നീ അവരുടെ സദഖയിൽ നിന്ന് സ്വീകരിക്കണം. വസല്ലി അലൈഹിം, ശേഷം സദഖ സകാത്ത് അവരിൽ നിന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ വസല്ലി അലൈഹിം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം താങ്കളുടെ പ്രാർത്ഥന അവർക്ക്, ഇന്ന സ്വലാത്തക സകനുൽ ലഹും, നബിയെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അത് അവർക്കൊരു സമാധാനമാണ്. അതുകൊണ്ടാണ് പ്രാർത്ഥന നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കേൾക്കണമെന്ന് പറയാൻ കാരണം അവരുടെ മനസ്സിന് സമാധാനം തോന്നണം, ശാന്തി തോന്നണം. അല്ലാതെ ഒരു റിയാഇന് വേണ്ടിയല്ല, കാണിക്കാൻ വേണ്ടിയല്ല, മറിച്ച് അവർക്ക് സമാധാനമുണ്ടാകാനും പ്രത്യുപകാരം ചെയ്തു എന്ന് നിങ്ങൾക്ക് തോന്നാനും. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പറഞ്ഞതൊക്കെ സൃഷ്ടികൾ പരസ്പരം സഹായിക്കുന്ന, ഇസ്തിആദ ചെയ്താൽ അഭയം കൊടുക്കണം, എന്തെങ്കിലും ചോദിച്ചാൽ കൊടുക്കണം, വിളിച്ചാൽ ഉത്തരം ചെയ്യണം, ഉപകാരം ചെയ്താൽ പ്രത്യുപകാരം ചെയ്യണം. ഇതൊക്കെ സൃഷ്ടികൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കഴിയുന്നതാണ്. ഇതാരോടാണ്? ജീവിച്ചിരിപ്പുള്ളവരോടാണ്, ഹാളിറായ ആളുകളോടാണ്, അതുപോലെ തന്നെ ഖാദിറായ സാധിക്കുന്ന ആളുകളോടുമാണ്. എന്നാൽ ഈ പരിധിയിൽ നിന്ന് വിട്ടാലോ? ഈ പരിധിയിൽ നിന്ന് വിട്ടാൽ അപ്പോൾ അയാൾ എന്തായി? ദുആ, അല്ലാഹു അല്ലാത്തവരോട് ദുആ നടത്തുന്നവനും അതുവഴി ആരെയാണോ അയാൾ ഉദ്ദേശിച്ചത് അവർക്ക് ഇബാദത്ത് ചെയ്യുന്നവനും അങ്ങനെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നവനുമായി. എന്നാൽ രണ്ടാമത്തത് അൻ യദ്ഉ അദ്ദാഇ മഖ്ലൂഖൻ, ഒരു സൃഷ്ടിയെ വിളിക്കുക.
വയത്ലുബു മിൻഹും മാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്. അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ സൃഷ്ടികളോട് ആവശ്യപ്പെടുകയും ചെയ്താൽ ഫഹാദാ മുശ്രികുൻ കാഫിറുൻ, അയാൾ മുശ്രിക്കുമാണ്, കാഫിറുമാണ്. കാരണം റബ്ബിന് മാത്രം കഴിയുന്നതാണ് അയാൾ സൃഷ്ടിയോട് ചോദിച്ചത്. സവാഉൻ കാനൽ മദ്ഉ ഹയ്യൻ ഔ മയ്യിത, ചോദിക്കപ്പെട്ട വ്യക്തി മരിച്ച ആളാണെങ്കിലും ശരി, ജീവിച്ചിരിപ്പുള്ള ആളാണെങ്കിലും ശരി. ജീവിച്ചിരിപ്പുണ്ട്, പക്ഷേ ചോദിച്ചത് റബ്ബിന് മാത്രം കഴിയുന്ന കാര്യമാണ്. റബ്ബിന് മാത്രം കഴിയുന്ന കാര്യത്തിൽപ്പെട്ടതാണ് എന്തൊക്കെ? ഹാളിറാവാതെ തന്നെ, പ്രസന്റ് ഇല്ലാതെ തന്നെ, തൊട്ടടുത്തില്ലാതെ തന്നെ കേൾക്കാനും കാണാനുമുള്ള കഴിവ് ആർക്ക് മാത്രമേ ഉള്ളൂ? അല്ലാഹു സുബ്ഹാനഹു തആലക്ക് മാത്രമേ ഉള്ളൂ. സൃഷ്ടികളിൽ ഒരാൾക്കും അതില്ല. സൃഷ്ടികളിൽ ഒരാൾക്കും അതില്ല. പ്രസന്റ് ഇല്ലാതെ തന്നെ, നമ്മളുടെ അടുക്കൽ ഇല്ലാതെ തന്നെ, ഗായിബായ നിലക്ക് തന്നെ ഒരാൾക്ക് കേൾക്കാനും കാണാനും കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നതോടുകൂടി തന്നെ അതെന്തായി? ശിർക്കായി. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, ഹയ്യ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യ്. അതുപോലെ തന്നെ നമ്മുടെ അടുക്കൽ പ്രസന്റ് ഇല്ലാതെ തന്നെ, ഹാളിർ അല്ലാതെ തന്നെ കാണാനും കേൾക്കാനും ഉള്ള കഴിവ് ആർക്ക് മാത്രമേ ഉള്ളൂ? അല്ലാഹുവിന് സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു വ്യക്തി ജീവനില്ലാത്ത ഒരാളെ വിളിച്ചാൽ, അല്ലെങ്കിൽ ജീവനോടെയുണ്ട് ഹാളിറല്ല അങ്ങനെയുള്ള ഒരാളെ വിളിച്ചാൽ, അല്ലെങ്കിൽ ജീവനുമുണ്ട് ഹാളിറുമാണ്, റബ്ബിന് മാത്രം കഴിയുന്ന കാര്യമാണ് ചോദിച്ചത് എങ്കിൽ ഈ ഷർത്തുകളിൽ ഏതെങ്കിലും ഒന്ന് അയാളിൽ ഉണ്ടായാൽ അയാൾ കാഫിറും മുശ്രിക്കുമായി തീരുന്നതാകുന്നു എന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഏകോപിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ തസ്നീഫുൽ അസ്മാ ബിബഅദി മസായിലിൽ ഇജ്മാ, ഇജ്മാ ഉള്ള ചില മസായിലുകളുടെ ക്രോഡീകരണം അത് നടത്തിയിട്ടുള്ളത് വലീദ് ഇബ്നു റാഷിദു സഈദാൻ എന്ന് പറയുന്ന താലിബുൽ ഇൽമിൽപ്പെട്ട ഒരു പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞു വ അജ്മഉ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഇജ്മാഓടുകൂടി പറഞ്ഞിരിക്കുന്നു. എന്താണ്? അല അന്ന മൻ ദഅ ഗൈറല്ലാഹ്, അല്ലാഹു അല്ലാത്ത ആരെങ്കിലും വിളിച്ചാൽ, ഏത് വിഷയത്തിൽ വിളിച്ചാൽ, ഫീമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്, അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യം സാധിച്ചു കിട്ടാൻ വേണ്ടി നിങ്ങൾ സൃഷ്ടികളിൽ ആരെ വിളിച്ചാലും, ഹിദായത്ത് തരണേ, രോഗം മാറ്റണേ, കുട്ടികളെ തരണേ, പ്രയാസങ്ങൾ നീക്കണേ, നല്ല മരണം ഉണ്ടാവണേ, സ്വർഗം തരണേ, നരകത്തുനിന്ന് രക്ഷപ്പെടുത്തണേ, പ്രാർത്ഥന കേൾക്കണേ, പാപങ്ങൾ പൊറുക്കണേ എന്നിങ്ങനെ തുടങ്ങി റഹ്മാനായ റബ്ബിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ സൃഷ്ടികളെ വിളിച്ച് ആരെങ്കിലും ചോദിച്ചാൽ ഫഖദ് വഖഅ ഫി ശിർക്കിൽ അക്ബർ, അവന് വലിയ ശിർക്കിൽ, ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന ശിർക്കിൽ വീണിരിക്കുന്നു. അപ്പൊ ദുആ, ഒരു കാര്യം ആവശ്യപ്പെടൽ, സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു തആലക്ക് മാത്രം കഴിയുന്ന വിഷയത്തിലാണ് നിങ്ങളൊരു കാര്യം ആവശ്യപ്പെട്ടതെങ്കിൽ അതെന്താണ്? അത് ശിർക്കാണ്. അതുപോലെ തന്നെ അജ്മഉ, ഇജ്മാ ഉണ്ട്. ഏത് വിഷയത്തിൽ? അല അന്ന മൻ ഇസ്തആന ബിഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്ത ഒരാളോട് നിങ്ങൾ സഹായം ചോദിച്ചു. ഏത് വിഷയത്തിലാണ്? ഫീമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്, റബ്ബിന് മാത്രം കഴിയുന്ന നിലക്കാണ് നിങ്ങളുടെ ഇസ്തിആന പോയതെങ്കിൽ അതെന്താണ്? ഫഖദ് അശ്റക, അയാളും ശിർക്ക് ചെയ്തിരിക്കുന്നു. വ അജ്മഉ, പണ്ഡിതന്മാർ ഇജ്മാ ഉണ്ട്. അല അന്ന മൻ ഇസ്തആദ ബിഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്ത ഒരാളോട് ഇസ്തിആദ നടത്തി. ഏത് വിഷയത്തിൽ? ഫീമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്, റബ്ബിന് മാത്രം കഴിയുന്ന കാര്യത്തിലാണ് ചോദിച്ചതെങ്കിൽ ഫഖദ് അശ്റക, അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു. വ അജ്മഉ, വീണ്ടും ഇജ്മാ ഉണ്ട്. അല അന്ന മൻ ഇസ്തഗാസ ബിഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്ത ഒരാളോട് ഇസ്തിഗാസ നടത്തി. ഫീമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്, റബ്ബിന് മാത്രം കഴിയുന്ന കാര്യങ്ങളിലാണ് അയാൾ ഇസ്തിആന നടത്തിയതെങ്കിൽ അയാളും എന്ത് ചെയ്തിരിക്കുന്നു? ശിർക്ക് ചെയ്തിരിക്കുന്നു. ചുരുക്കത്തിൽ ഹയ്യും ഹാളിറും ഖാദിറുമല്ലാത്ത ഏതൊരു സൃഷ്ടിയോട് എന്തൊരു കാര്യം ആവശ്യപ്പെടലും പ്രാർത്ഥനയാണ്. ആ നിലക്ക് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതം എന്ന് പറയാനുള്ള കാരണം അതാണ്. കാരണം എന്താണ്? ലാഹിറായ കാര്യകാരണ ബന്ധത്തിൽപ്പെട്ടതാണെന്ത്? നമ്മൾ സഹായം ചോദിക്കുന്ന ഒരു വ്യക്തി ജീവിച്ചിരിപ്പുണ്ടാവണം. മരിച്ച ഒരാളോട് സാധാരണഗതിയിൽ ബുദ്ധിയുള്ള ഒരാൾ എന്ത് ചെയ്യൂല? ഒന്നും ചോദിക്കൂല. ബുദ്ധിയുള്ള ആളുകൾ ഒന്നും ചോദിക്കൂല. ഇദാ മാത ഇബ്നു ആദം ഇൻഖതഅ അമലു ഇല്ലാ മിൻ സലാസ്, ആദമിൻ്റെ മക്കൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ 3 എണ്ണത്തിലൊഴികെ ബാക്കിയൊക്കെ മുറിഞ്ഞുപോയി. ആ 3 കാര്യവും തന്നെ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്ത അമലുകളാണ്. അതിൻ്റെ പ്രതിഫലം മുറിയാതെ കിട്ടുന്നുണ്ട് എന്ന് മാത്രം.
അല്ലാത്ത നിലക്ക് ഒരാൾ മരിക്കുന്നതോടുകൂടി കാര്യകാരണ ബന്ധങ്ങൾ എന്തായി? നിന്ന് കഴിഞ്ഞു. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വമാ യസ്തവിൽ അഅമാ വൽ ബസീർ വലൽ ളുലുമാതു വലൻ നൂർ വലൽ ദില്ലു വലൽ ഹറൂർ വമാ യസ്തവിൽ അഹ്യാഉ വലൽ അംവാത് ഇന്നല്ലാഹ യുസ്മിഉ മൻ യശാ വമാ അൻത ബിമുസ്മിഇൻ മൻ ഫിൽ ഖുബൂർ വമാ യസ്തവിൽ അഅമാ വൽ ബസീർ. കാഴ്ചയുള്ളവനും അന്ധനും ഒരുപോലെയല്ല. ലോകത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ സമ്മതിച്ചു തരുമോ അന്ധനായ ഒരാളും കണ്ണ് കാണുന്ന ഒരാളും ഒരുപോലെയാണെന്ന്? ആരും സമ്മതിക്കൂല. വീണ്ടും അല്ലാഹു പറയുന്നു അതുപോലെ തന്നെ വമാ യസ്തവിൽ അഅമാ വൽ ബസീർ വലൽ ളുലുമാതു വലൻ നൂർ. അന്ധകാരവും പ്രകാശവും ഒരുപോലെയല്ല. വെളിച്ചവും ഇരുട്ടും ഒരുപോലെയാണോ? ആരും സമ്മതിച്ചു തരൂല. ലോകത്ത് മതവിശ്വാസിയാകട്ടെ, ബൗദ്ധവാരാധകനാകട്ടെ, മതനിഷേധിയാകട്ടെ, യുക്തിവാദിയാകട്ടെ, ഭൗതികവാദിയാകട്ടെ, ഒരാളും തന്നെ ഇരുട്ടും വെളിച്ചവും ഒരുപോലെയാണെന്ന് സമ്മതിക്കൂല. മനുഷ്യന് കഴിയില്ലത് സമ്മതിക്കാൻ. അവൻ്റെ ഫിത്രത്തിനും ബുദ്ധിക്കും അതെതിരാണ്. അതുപോലെ തന്നെ വലൽ വലൽ ഹറൂർ. വെയിലും തണലും ഒരുപോലെയല്ല. വെയിലും തണലും ഒരുപോലെയാണോ? അല്ല. വെയിലും തണലും ഒരിക്കലും ഒരുപോലെയാവുകയില്ല. അങ്ങനെയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, അല്ലാഹു പഠിപ്പിച്ചിരിയാണ് നമുക്ക്. റഹ്മാൻ പരമകാരുണികനായ അല്ലാഹു അല്ലമൽ ഖുർആൻ, ഖുർആൻ പഠിപ്പിച്ചിരിയാണ്. അല്ലമൽ ഇൻസാന മാ ലം യഅലം, മനുഷ്യൻ അറിയാത്തതൊക്കെ റബ്ബ് നമുക്ക് പഠിപ്പിച്ചിരും. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിരിയാണ് നമുക്ക്. എന്താണ്? അല്ലാഹു ചോദിക്കുകയാണ്, കണ്ണ് കാണുന്നവനും കാണാത്തവനും ഒരുപോലെയാണോ? നമ്മുടെ ഉത്തരം അല്ല. ഇരുട്ടും വെളിച്ചവും ഒരുപോലെയാണോ? നമ്മുടെ ഉത്തരം അല്ല. വെയിലും തണലും ഒരുപോലെയാണോ? നമ്മുടെ ഉത്തരം അല്ല. എങ്കിൽ അല്ലാഹു പറയാണ്, അങ്ങനെയാണെങ്കിൽ വലാ യസ്തവിൽ അഹ്യാഉ വലൽ അംവാത്, ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും ഒരുപോലെയല്ല. ഒരുപോലെയാണെന്ന് ആരെങ്ങനെ സ്ഥാപിച്ചാലും അതുമാത്രം ഒരുപോലെയാണ്, ബാക്കിയൊന്നും ഒരുപോലെയല്ല എന്ന് പറഞ്ഞാൽ അത് വിഡ്ഢിത്താണ്, വൈരുദ്ധ്യമാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നേരത്തെ ഉത്തരം ഒരുപോലെയല്ല എന്നാണെങ്കിൽ ഇതിൻ്റെ ഉത്തരവും അങ്ങനെ തന്നെ. വമാ യസ്തവിൽ അഹ്യാഉ വലൽ അംവാത്, ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും ഒരുപോലെയല്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വല്ലദീന തദ്ഊന മിൻ ദൂനിഹി, അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരെയൊക്കെയാണോ വിളിക്കുന്നത്, ലാ യഖ്ലുഖൂന ശൈആ, അവരൊന്നും തന്നെ സൃഷ്ടിക്കുന്നില്ല, വഹും യുഖ്ലഖൂൻ, അവരൊക്കെ സൃഷ്ടികളാണ്. ഒന്നാമത്തെ റബ്ബിൻ്റെ ഈ വാചകത്തോടു കൂടി തന്നെ സൃഷ്ടി ആരാധനയൊക്കെ അവസാനിച്ചു. കാരണം അല്ലാഹു അല്ലാത്തതൊക്കെ എന്താണ്? സൃഷ്ടികളാണ്. വീണ്ടും റബ്ബ് പറയുന്നു അംവാതുൻ, ജീവനില്ലാത്തവരാണ്, മരിച്ചവരാണ്. ഗൈറു അഹ്യാ, അവർക്ക് ജീവനില്ല. അംവാത്തെന്ന് പറഞ്ഞാൽ അവസാനിപ്പിച്ചാൽ മതി. കാരണം എന്താ? അംവാത്തെന്ന് പറഞ്ഞാൽ ജീവനില്ലാത്തത്. പക്ഷെ അള്ളാഹു വ്യക്തമാക്കുകയാണ്, അംവാത്തുൻ, അവർ മരിച്ചവരാണ് എന്ന് പറഞ്ഞാൽ ഗൈറു അഹ്യാ, ജീവനില്ല. വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ, അവർ കിടക്കുന്ന ഖബറിന്ന് എന്നാ എഴുന്നേൽക്കാന്ന് പോലും അവർക്കറിയില്ല. മരിച്ചു കിടക്കുകയാണ് അവര്. ഖിയാമത്ത് നാളെന്നാണ്, ഈ ഖബറിൻ്റെ അകത്ത് നിന്ന് എന്നാ എഴുന്നേൽക്കാന്ന് പോലും അറിയാതെ കിടക്കുകയാണ് അവർ. വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ, എന്നാണ് എഴുന്നേൽക്കുക എന്ന് പോലും അറിയാതെ ലോകവുമായിട്ടുള്ള എല്ലാ കാര്യകാരണ ബന്ധവും അവസാനിപ്പിച്ചു പോയവരാണ് ആര്? മരിച്ചവർ. അതുകൊണ്ട് തന്നെ മരിച്ച ഒരാളോട് സഹായം ചോദിക്കുക, അതെന്തു സഹായാകട്ടെ, കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായ സഹായമാണ്, അത് പ്രാർത്ഥനയാണ്. അതുകൊണ്ട് തന്നെ അത് ആരാധനയും, അത് അല്ലാഹു അല്ലാത്ത ഏതൊരാൾക്ക് നൽകിയാലും അത് ശിർക്കുമാണ്. രണ്ടാമത്തത്, ഒരു മനുഷ്യൻ്റെ ഫിത്രത്ത്, തെളിഞ്ഞ ബുദ്ധി, വക്രബുദ്ധിയല്ല, തെളിഞ്ഞ ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ അറിയാം, തൻ്റെ മുന്നിലില്ലാത്ത ഒരാളോട് സംസാരിച്ചിട്ട് കാര്യമില്ല, കേൾക്കൂല. ഒരല്പം ദൂരമുള്ള ഒരാളോട് നമ്മൾ ഇവിടുന്ന് സംസാരിക്കൂല. ഒന്നുകിൽ അയാളുടെ അടുത്തേക്ക് അങ്ങോട്ട് പോകും, അല്ലെങ്കിൽ അയാളോട് ഇങ്ങോട്ട് വരാൻ ആവശ്യപ്പെടും, അല്ലെങ്കിൽ ഫോണിലൂടെയോ ഇൻ്റർനെറ്റ് സംവിധാനങ്ങളിലൂടെയോ ആധുനിക കാലഘട്ടത്തിലാണെങ്കിൽ സംസാരിക്കും. ഇതിനപ്പുറത്ത് എവിടെയോ ഉള്ള ഒരാളോട് ഇവിടെ നിന്ന് സംസാരിക്കുക, അയാളോട് വല്ല സഹായം ചോദിക്കുക നമ്മൾ ചെയ്യാറില്ല. സാമാന്യ ബുദ്ധിയുള്ള ആരും ചെയ്യാറില്ല. കാരണം അത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്, സ്രഷ്ടാവിന് മാത്രം കഴിയുന്ന കാര്യമാണ്.
7 ആകാശങ്ങൾക്ക് മേലെ അർശിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതേ സന്ദർഭത്തിൽ വഹുവ മഅക്കും ഐനമാ കുൻതും, നിങ്ങൾ എവിടെയായിരുന്നാലും അള്ളാഹു നിങ്ങളെ കൂടെ ഉണ്ട്. ഈ കഴിവ് ലോകത്തിലുള്ള മറ്റു സൃഷ്ടികൾക്കുണ്ടെങ്കിൽ പിന്നെ അത് റബ്ബിൻ്റെ കഴിവായി പറയുന്നത് കൊണ്ട് വല്ല അർത്ഥമുണ്ടോ? അമേരിക്കയിലുള്ള തങ്ങൾക്ക് നമ്മൾ ഇവിടുന്ന് പറയുന്നതും നമ്മൾ ഇവിടുന്ന് ചെയ്യുന്നതൊക്കെ കാണാനും എൻ്റെ മനസ്സിലുള്ളത് അറിയാനും കഴിയും. അയാൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തന്നെ വിചാരിച്ചാൽ ശിർക്കാവുന്നത് അതുകൊണ്ടാണ്. കാരണം അത് റബ്ബിൻ്റെ കഴിവപ്പെട്ടതാണ്. ഹാജറില്ലാതെ തന്നെ, പ്രസൻ്റ് ആവാതെ തന്നെ കാണാനും കേൾക്കാനും ഒക്കെ ഉള്ള കഴിവ് റബ്ബിന് മാത്രമുള്ളതാണ്. സൃഷ്ടികൾക്ക് ആർക്കും അള്ളാഹു അത് നൽകിയിട്ടില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്ത് കേട്ടിട്ടും ഇസ്ലാം മതം സ്വീകരിക്കാതിരുന്ന ആളുകളുടെ അവസ്ഥയെക്കുറിച്ച് വിശദീകരിക്കവേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നബിയുടെ ആ വിളിക്ക് അവർ ഉത്തരം നൽകാത്തത് കാണുമ്പോൾ ഉലൈക യുനാദൗന മിൻ മകാനിൻ ബഈദ്, അവരുടെ ശബ്ദം കേൾക്കാത്ത അല്ലെങ്കിൽ നബിയുടെ ശബ്ദം കേൾക്കാത്ത അത്രയും പരിധിയിൽ ഇവർ രണ്ടു കൂട്ടരും അകലെയാണെന്ന് തോന്നുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ. നബീൻ്റെ വാക്ക് അവർ കേൾക്കുന്നില്ല, നബിക്ക് ഉത്തരം നൽകുന്നില്ല. അപ്പം അള്ളാഹു പറയാണ്, ദൂരത്തുനിന്ന് വിളിക്കുന്നവരെ പോലെ. എന്താ അങ്ങനെ ഉപമ പറയാൻ കാരണം? ദൂരത്തുനിന്ന് വിളിച്ചാൽ കേൾക്കൂല, മനുഷ്യൻ്റെ അവസ്ഥ അതാണ്. ദൂരെ നിന്ന് വിളിച്ചാൽ കേൾക്കൂല. അതുകൊണ്ടാണ് അള്ളാഹു ആ ഉപമ പറഞ്ഞത്. ഇവർ ഉത്തരം നൽകാത്തത് കണ്ടാൽ വിചാരിക്കും ഇവർ ദൂരെ എവിടെയാണ് നിൽക്കുന്നത് എന്ന്. കാരണം എന്താണ്? മനുഷ്യനാകട്ടെ, മലക്കാകട്ടെ, ജിന്നുകളാകട്ടെ, ഏത് സൃഷ്ടികളാകട്ടെ, അവർക്ക് പ്രസൻ്റ് ആവാതെ, ഒരാളുടെ അടുത്ത് നിൽക്കാതെ വിദൂരതയിൽ നിന്ന് കേൾക്കാനുള്ള കഴിവ് അള്ളാഹു മലക്കുകൾക്കും നൽകിയിട്ടില്ല, ജിന്നുകൾക്കും നൽകിയിട്ടില്ല, മനുഷ്യർക്കും നൽകിയിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി. അത് റബ്ബിന് മാത്രം അവകാശപ്പെട്ടതാണ്. പ്രസൻ്റ് ഇല്ലാതെ തന്നെ കാണാനും കേൾക്കാനും അറിയാനും പ്രവർത്തിക്കാനും സഹായിക്കാനുള്ള കഴിവ് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. സൃഷ്ടികൾക്ക് അവർ ജീവനോടുണ്ടാവണം, പ്രസൻറ്റും ആയിരിക്കണം. ഇല്ലാതെ കഴിയില്ല, ഇല്ലാതെ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ കാര്യകാരണ ബന്ധത്തിൽപ്പെട്ടതാണ് ഒരാൾ ഹാളിർ ഉണ്ടാവണം, അല്ലെങ്കിൽ ഏതെങ്കിലും മീഡിയ വഴി അയാളുമായിട്ട് ബന്ധപ്പെടാൻ കഴിയണം. ഇല്ലെങ്കിൽ അയാളോട് സഹായം ചോദിക്കുക എന്നത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്. മൂന്നാമത്തത്, ജീവനോടുണ്ട്, ഹാളിറുമാണ്, പക്ഷെ ചോദിക്കുന്ന വിഷയം സൃഷ്ടികൾക്ക് റബ്ബ് കൊടുക്കാത്ത കഴിവുപ്പെട്ടതാണ്. ഏതുപോലെ? ഹിദായത്ത് നൽകുക. നമ്മൾ ഒരാളുടെ കൂടെയാണെന്ന് വിചാരിച്ചോളൂ, കിടക്കുന്നതും ഉറങ്ങുന്നതും ജീവിക്കുന്നതും ഒക്കെ കൂടെയാണ്. ഒട്ടി ഒരു കട്ടിലിലാണ് കിടത്തം, ഒരു വീട്ടിലാണ് താമസം. പക്ഷെ അയാളുടെ മനസ്സ് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രൊട്ടക്ഷൻ നൽകി. പക്ഷെ അബൂ താലിബിന് ഹിദായത്ത് കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിച്ചോ? ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിൻ അല്ലാഹു യഹ്ദീ മൻ യശാ. നീ ഇഷ്ടപ്പെട്ടവർക്ക് ഹിദായത്ത് നൽകാൻ നബിയെ താങ്കൾക്ക് സാധ്യമല്ല, മറിച്ച് അല്ലാഹുവാണ് ഹിദായത്ത് നൽകുക. മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ നിയന്ത്രണം റബ്ബിൻ്റെ കയ്യിലാണ്. അതിലിടപെടാൻ സൃഷ്ടികൾക്ക് സാധ്യമല്ല. സൃഷ്ടികളിൽ എത്ര ശ്രേഷ്ഠനാണെങ്കിലും ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്റഫുൽ ഖൽഖാണ്, അമ്പിയാക്കളുടെ നേതാവാണ്, വലിയ വലിയ സ്ഥാനമാനങ്ങളുള്ള വലിയ പോരിശയുള്ള മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താൻ ആരുടെ വീട്ടിലാണോ കഴിയുന്നത്, ആരെയാണോ വളരെയധികം സ്നേഹിക്കുന്നത്, അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ നബിക്ക് കഴിയില്ല. അത് നബിയുടെ കഴിവിൽപ്പെട്ടതല്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു അധ്യായത്തിൽ പറയുന്നു, ഇന്നക തഹ്ദീ മൻ തശാ ഇന്നക തഹ്ദീ ഇലാ സിറാത്തിൻ മുസ്തഖീം. നബിയെ, താങ്കൾ സിറാത്തുൽ മുസ്തഖീമിലേക്ക് വഴി നടത്തുന്ന ആളാണ്. ഒരു സ്ഥലത്ത് അല്ലാഹു പറയാണ് താങ്കൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് ഹിദായത്ത് കൊടുക്കാൻ താങ്കൾക്ക് കഴിയില്ല. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറയാണ് താങ്കളാണ് സിറാത്തുൽ മുസ്തഖീമിലേക്ക് നയിക്കുന്നത്. ഇപ്പം ഇത് വൈരുദ്ധ്യമാണോ? അല്ല. കാരണം നമ്മൾ പഠിച്ചു, അല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്ത് മുതൽ നമ്മൾ പഠിക്കും, ഹിദായത്ത് നൽകൽ രണ്ട് വിധമുണ്ട്. ഒന്ന് ഹിദായത്തു ബയാനാണ്, ഒരു കാര്യം വിശദീകരിച്ചു കൊടുക്കുക. അതാർക്ക് കഴിയും? മനുഷ്യന് കഴിയും. ഇന്നതുപോലെയൊക്കെ പ്രവർത്തിച്ചാൽ സ്വർഗം കിട്ടും, ഇന്നതുപോലെയൊക്കെ പ്രവർത്തിച്ചാൽ നരകത്ത് പോകേണ്ടി വരും, അതുകൊണ്ട് ഇന്ന വഴിയെ സ്വീകരിക്കാവൂ, ഇന്ന വഴി സ്വീകരിക്കരുത് എന്നുള്ള ബയാൻ, അത് മാത്രമേ നബിയെ താങ്കൾക്ക് കഴിയൂ. എന്നാൽ അത് അയാളെ കൊണ്ട് വിശ്വസിപ്പിച്ചത് പ്രവർത്തിപ്പിക്കുന്ന ആളാക്കാനോ കഴിയില്ല. അപ്പം മനുഷ്യർക്ക്, സൃഷ്ടികൾക്ക് ഒരു പരിധി ഉണ്ട്. ആ പരിധിക്കപ്പുറം സൃഷ്ടികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിവ് നൽകിയിട്ടില്ല.
അതിൽപ്പെട്ടതാണ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അള്ളാഹു നിശ്ചയിച്ച, മനുഷ്യർക്കിടയിൽ നിശ്ചയിച്ച ചില പരിധികളുണ്ട്. ആ പരിധികൾക്കപ്പുറത്തുള്ള ഏത് സഹായം ചോദിക്കലും ശിർക്കാണ്. ഹിദായത്ത് ചോദിക്കൽ, രോഗത്തിന് ശിഫ നൽകൽ അള്ളാഹുവാണ്. ഒരു ഡോക്ടർക്ക് എന്ത് ചെയ്യാനേ പറ്റുള്ളൂ? മരുന്ന് കൊടുക്കാനേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഭൂരിപക്ഷം ഡോക്ടർമാരും മരുന്ന് തരുമ്പം പറയുന്നത്, ഞങ്ങളിത് തരുള്ളൂ, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചോളി, നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചോളൂ, ഇത് തരാനുള്ള കഴിവേ ഞങ്ങൾക്കുള്ളൂ എന്ന്. കാരണം ശിഫ നൽകേണ്ടത് അള്ളാഹുവാണ്, കുട്ടിയെ തരാനുള്ള കഴിവ് റബ്ബിനാണ്. അങ്ങനെ തുടങ്ങി റഹ്മാനായ റബ്ബിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ സൃഷ്ടാവായ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമേ പറയാൻ പാടുള്ളൂ. അപ്പോൾ ഒരു പ്രവൃത്തി നാം പറഞ്ഞതിൻ്റെ ചുരുക്കം ഇൻഷാ അല്ലാഹ് മറ്റു ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കും ഇൻഷാ അല്ലാഹ്. രത്ന ചുരുക്കം, ഒരു പ്രവൃത്തി ഇബാദത്തായി തീരണമെങ്കിൽ, ഒരു പ്രവൃത്തി ഇബാദത്ത് ആരാധനയായി തീരണമെങ്കിൽ അതിൽ എന്ത് വേണം? ദുആ ഉണ്ടാവണം. നമ്മൾ പറഞ്ഞതിൻ്റെ ചുരുക്കതാണ്, ഒരു പ്രവൃത്തി ആരാധനയായി തീരണമെങ്കിൽ അതിൽ എന്ത് വേണം? ദുആ വേണം. എന്താണ് ദുആ, പ്രാർത്ഥന എന്ന് പറയുന്നത്? ജീവിച്ചിരിപ്പില്ലാത്തവരോ, അല്ലെങ്കിൽ ജീവിച്ചിരിപ്പുണ്ട് ഹാളിറല്ല, അല്ല ജീവിച്ചിരിപ്പുണ്ട് ഹാളിറുമാണ് പക്ഷെ റബ്ബിന് മാത്രം കഴിയുന്ന കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായൊരു വിഷയമാണോ ചോദിക്കുന്നത് എങ്കിൽ അത്തരത്തിലുള്ള ഷർത്തുകൾ ഒത്താൽ അതിനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. എന്നാൽ ഈ ഷർത്ത് ഒത്തിട്ടില്ലെങ്കിലോ, ജീവിച്ചിരിപ്പുള്ള, പ്രസൻ്റുള്ള, ചെയ്യാൻ സാധിക്കുന്ന ഒരു വിഷയമാണ് സൃഷ്ടികളോട് ആവശ്യപ്പെട്ടതെങ്കിലോ അത് പ്രാർത്ഥനയല്ല. അപ്പോൾ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി, അല്ലെങ്കിൽ മനുഷ്യന് ലാഹിറായി പ്രത്യക്ഷമായി അനുഭവിച്ചറിയാൻ പറ്റുന്ന ആദത്തിൽപ്പെട്ട വിഷയങ്ങൾക്കപ്പുറത്തുള്ള മാർഗത്തിലൂടെ നന്മ പ്രതീക്ഷിച്ചുകൊണ്ടോ തിന്മയെ ഭയപ്പെട്ടുകൊണ്ടോ ഉള്ള ഒരു മനുഷ്യൻ്റെ മനോഭാവവും അതനുസരിച്ചുള്ള വാക്കുകളും അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾക്കുമാണ് ദുആ എന്ന് പറയുന്നത്. ആ ദുആ ഉൾക്കൊള്ളുന്ന ഏതൊരു ഇബാദത്തും എന്താണ്? ആരാധനയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഭർത്താവിൻ്റെ മുന്നിൽ തൻ്റെ എല്ലാം സമർപ്പിക്കുന്ന ഒരു ഭാര്യ, തൻ്റെ മനസ്സ്, തൻ്റെ ആത്മാവ്, തൻ്റെ ശരീരം, പക്ഷേ ആ ഭാര്യ ഒരിക്കലും ആ ഭർത്താവിന് എന്ത് ചെയ്യുന്നില്ല? ഇബാദത്ത് ചെയ്യുന്നില്ല. കാരണം കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായ ഒന്നും ആ ഭർത്താവിൽ നിന്ന് ആ സ്ത്രീ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത് ആരാധനയല്ല. അങ്ങേയറ്റത്തെ വണക്കമൊക്കെ നമുക്കവിടെ കാണാം. എന്നാൽ അതേ സന്ദർഭത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ചുപോയ മൊയ്തി ഷെയ്ഖിൻ്റെ പേര് പറയുമ്പോഴേക്ക് ഒരു സ്ത്രീ തൻ്റെ തലയിൽ തട്ടമിടുന്നു എന്ന് വിചാരിക്കും. അല്ലെങ്കിൽ മൊയ്തി ഷെയ്ഖിൻ്റെ ബദരീങ്ങളയുടെ ഖബറിലേക്ക് വല്ലതും നേർച്ചയാക്കുന്നു എന്ന് വിചാരിക്കുക, വല്ലതും കൊണ്ടുപോയി കൊടുക്കുന്നു എന്ന് വിചാരിക്കുക. അതിന് നമ്മൾ ആരാധന എന്ന് പറയും. കാരണം അവിടെ കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായ കാര്യങ്ങളാണുള്ളത്. ഒരു സ്ത്രീ കുറച്ച് ഭക്ഷണ പദാർത്ഥങ്ങളുമായി ഒരു മക്ബറയിലേക്ക് പോയാൽ അത് ആരാധനയാണ്. അതേ സന്ദർഭത്തിൽ ജീവിച്ചിരിപ്പുള്ള ഉസ്താദിന് ഉച്ചക്ക് ഭക്ഷണമായിട്ട് പോയാലോ അതെന്തല്ല? അത് ആരാധനയല്ല. എന്നാൽ ജീവിച്ചിരിപ്പില്ലാത്തൊരു മക്ബറയിലേക്കാണ് ഭക്ഷണം നേർച്ചയാക്കുന്നതെങ്കിലോ അത് ആരാധനയാണ്. അപ്പോൾ ആരാധന വരുന്നത് കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായി, പ്രത്യക്ഷത്തിൽ മനുഷ്യൻ്റെ സൃഷ്ടികളുടെ വ്യവഹാരത്തിൽ അള്ളാഹു നിശ്ചയിച്ചിട്ടില്ലാത്ത, അതിനാണ് നമ്മൾ ഹയ്യ്, ഹാളിർ, ഖാദിർ എന്നൊക്കെ പറഞ്ഞത്. അതിനൊറ്റ വാചകത്തിൽ പറയുകയാണെങ്കിലാണ് കാര്യകാരണ ബന്ധങ്ങൾക്ക്, അതല്ലെങ്കിൽ ഭൗതികമായ പ്രത്യക്ഷമായ മാർഗങ്ങൾക്കതീതമായ രൂപത്തിൽ ഒരാളിൽ നിന്ന് നന്മ പ്രതീക്ഷിച്ചാലും ദോഷം ഭയന്നാലും അതിനെയാണ് നമ്മൾ പ്രാർത്ഥന എന്ന് പറയുന്നത്. ആ പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന പ്രവൃത്തികൾക്കാണ് ആരാധന എന്ന് പറയുന്നത്. ഇതില്ലാത്ത ഏത് പ്രവർത്തനങ്ങളും അതിന് പ്രാർത്ഥന എന്നോ ആരാധനയെന്നോ പറയുക സാധ്യമല്ല. ഇൻഷാ അല്ലാഹ് ഇത് തെറ്റിയതിൻ്റെ പേരിൽ മുസ്ലിം ഉമ്മത്തിൽ, പ്രത്യേകിച്ച് നമ്മൾ മലയാളികളായ ആളുകളായതുകൊണ്ട്, കേരളത്തിലുള്ള ആളുകളായതുകൊണ്ട് മറ്റു അന്താരാഷ്ട്ര വിഷയങ്ങളിലേക്ക് പോകാതെ നമുക്കിടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ള മുസ്ലിമീങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഈ വിഷയത്തിലുള്ള തെറ്റിദ്ധാരണകളെ സംബന്ധിച്ചും ഈ വിഷയത്തിൽ അബദ്ധങ്ങൾ സംഭവിച്ചതുകൊണ്ടായ 2 വ്യതിയാനങ്ങളെ സംബന്ധിച്ചും അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്താൽ നമ്മൾ വിശദീകരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ വ്യക്തമായി പഠിച്ചു മനസ്സിലാക്കി ഉൾക്കാഴ്ചയോടുകൂടി അവനെ ഇബാദത്ത് ചെയ്യുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബത്തിഹി അജ്മഈൻ വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.